എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഇന്നും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ കൂടിയിരുവാൻ തക്കുന്ന കർത്താവ് തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഞാൻ നന്ദിയോടെ ദിവസത്തിൽ ഓർക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാഞ്ഞിട്ട് ഇന്ന് നമ്മളോടുകൂടെ മീറ്റിങ്ങിൽ കൂടിയിരിക്കുന്ന സഹോദരങ്ങൾക്കായി, വിശേഷാൽ സാം, അദ്ദേഹത്തിൻ്റെ പ്രിയ കുടുംബം, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ വളരെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളെക്കാൾ കുറച്ചും കൂടി അടിയിലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ഉത്സാഹിക്കുകയാണ്. നിങ്ങളെന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. സ്തോത്രം. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എനിക്കറിയാം, ചിലപ്പോൾ ഒരാളിന് ഒന്ന് പറയുമ്പോൾ അങ്ങ് മനസ്സിലാവും, മറ്റൊരാളിന് ചിലപ്പോൾ രണ്ടോ മൂന്നോ പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. ഞാനൊരു അധ്യാപകനാണ്. ഇത് കഴിഞ്ഞാൽ സുവിശേഷ വേല കഴിഞ്ഞാൽ പിന്നെ സെക്കുലർ വേൾഡിൽ ഞാനൊരു അധ്യാപകനാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും പേരെ, നിങ്ങളെ മുഴുവൻ പേരെ ഞാൻ ശ്രദ്ധിക്കുമ്പം ആരൊക്കെ എങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഒരാളെങ്കിലും നെറ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് ആദ്യം മനസ്സിലായവർ ഇച്ചിരി ഒന്ന് യു ബെയർ വിത്ത് അസ്. അത് ചിലപ്പം ആവശ്യമായി വരും. സ്തോത്രം. ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ തുടർന്ന് കുറച്ച് കാര്യം കൂടി ഇന്ന് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഞാൻ യൂദായുടെ മീൻസ് ഇച്ഛാശക്തി ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളെ വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു. നിങ്ങൾ വേറൊരാളിനോടും കൂടെ ഇത് പറയണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ള ഒരാളിന് ഇത് പറഞ്ഞു കൊടുക്കാൻ തക്ക പോലെ നിങ്ങൾ വ്യക്തമായത് ഗ്രഹിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇന്നലെ യൂദായെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് തിരക്കായതുകൊണ്ടാണ് വാക്യങ്ങൾ പറയാതെ പോയത്. വാക്യങ്ങൾ വേണമെങ്കിൽ ആരോ ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചായിരുന്നു. സ്തോത്രം. വാക്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കുറിച്ചാൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുന്നത് നന്നായിരിക്കും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കണം. അത് കഴിഞ്ഞ് വായിക്കേണ്ട ക്രമം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. മത്തായി സുവിശേഷം 26-ന്റെ 21 മുതൽ 25 വരെ വായിക്കണം. അത് കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സസ് 21 to 30. ദെൻ രണ്ടാമത് വായിക്കണം. പിന്നെ നിങ്ങൾ വായിക്കേണ്ടത് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 18 വേഴ്സസ് 1 to 9. യോഹന്നാന്റെ സുവിശേഷം 18-ന്റെ 1 മുതൽ 9 വരെ വായിക്കണം. നെക്സ്റ്റ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 47 മുതൽ 50 വരെ വായിക്കണം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 വേഴ്സസ് 47 to 50. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 47 മുതൽ 48 വരെ വായിക്കണം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22 വേഴ്സസ് 47 and 48. ഇത്രയും ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ടുണ്ട്. സ്തോത്രം. ഇസ്കരിയോത്ത യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അതിനുവേണ്ടി ദൈവം സൃഷ്ടിച്ചവനല്ല. ദൈവം ആരെയും അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും ഇച്ഛാശക്തി കൊടുത്തിട്ടുണ്ട്. അവൻ തന്നെയാണത് തെരഞ്ഞെടുത്തതെന്നുള്ളത് ഞാൻ ഇന്നലെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ടാണ് ഗെത്സമനായിൽ വെച്ച് പടയാളികൾ യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ കർത്താവ് നേരെ അങ്ങോട്ട് ചെന്ന് ചോദിക്കുക, നിങ്ങൾ ആരെ തിരയുന്നു? They were looking around for somebody. So Jesus was asking them, who do you seek? നിങ്ങൾ ആരെയാ തിരയുന്നത്? നസ്രായനായ യേശുവിനെ. അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞോളൂ പിൻവാങ്ങി നിലത്ത് വീണു. അവർ നിലത്ത് കിടക്കുന്ന സമയത്ത് തന്നെ ഗുരു അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? കടന്നു കിടപ്പി എന്ന് പറഞ്ഞു, നസ്രായനായ യേശുവിനെ. അത് ഞാനാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്നെ തിരയുന്നതെങ്കിൽ ഈ ഉള്ളവർ പൊയ്ക്കൊള്ളട്ടെ, ഇൻക്ലൂഡിങ് ജൂഡാസ് ഇസ്കാരിയോത്ത്. ഇസ്കറിയോത്ത യൂദ ഉൾപ്പെടെ പോകാം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എവിടെ എഴുതിയിട്ടുണ്ട്, നീ എനിക്ക് തന്നിട്ടുള്ളവരിൽ
ആരും നഷ്ടപ്പെട്ടു പോയില്ല എന്ന തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു. ആ കോണ്ടെക്സ്റ്റിൽ യൂദായ്ക്കും പോകാം, സുഖമായിട്ട് അവന് പോകാം. യേശു ഞാൻ തന്നെയാന്ന് പറഞ്ഞവരവനെ പിടിച്ചോണ്ട് പൊക്കോളൂ. ആരും ഒറ്റ കൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല. അപ്പൊ ചിലപ്പോൾ ചോദിക്കും, പിന്നെ അപ്പൊ പ്രവചനം എങ്ങനെ നിവർത്തിക്കുമെന്ന്. പ്രവചനം നിവർത്തിക്കാൻ വേണ്ടിയല്ല ഇവനെ ആക്കിയത്. ഇനി പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയൊക്കെ ആകണം എന്നല്ല പ്രവചനം, ഇങ്ങനെയൊക്കെ ആകും എന്നാ പ്രവചനം. ഇങ്ങനെയൊക്കെ ആകുക, ഇങ്ങനെയൊക്കെ ആകും, അല്ലാതെ ഇങ്ങനെയൊക്കെ ആകണം എന്നല്ല പ്രവചനം. സ്തോത്രം. സർവജ്ഞാനിയായ ദൈവത്തിന് യൂദാ അങ്ങനെ ചെയ്യാൻ പോവാണെന്നുള്ളത് മുന്നറിഞ്ഞിരുന്നത് കൊണ്ട് അങ്ങനെ ആകുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവൻ അങ്ങനെ ആകണം എന്ന് വിധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും, നമുക്ക് ഇച്ഛാശക്തി ദൈവം തന്നിട്ടുണ്ട്. എന്തോ പ്രവചനത്തിന്, ദൈവവചനത്തിന് പ്രവചനത്തിന് മാറ്റം വരികയല്ല. ദൈവം അരുളിച്ചതിന് മാറ്റം വരികയില്ല. കാര്യം സർവജ്ഞാനിയല്ലേ. സർവജ്ഞാനി ആയതുകൊണ്ട് അങ്ങനെ ആകാൻ പോവുകയാണെന്ന് നേരത്തെ പറഞ്ഞിരിക്കുക. സ്തോത്രം. അല്ലാതെ ദൈവം പറയുന്ന ഒരെണ്ണത്തിനും മാറ്റം വരികയില്ല. സ്തോത്രം. എന്നാൽ ഇന്നലെ ഞാനത് ഇന്നലെ പറഞ്ഞല്ലോ, തൻ്റെ ഭക്തന്മാരുടെ മുഖം ആദരിച്ചിട്ട്, സ്തോത്രം, അതിന് വിടുതൽ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായ ദൈവിക കാര്യപരിപാടിക്ക് ഒരിക്കലും മാറ്റം ഇല്ലതാനും. സ്തോത്രം. അതുകൊണ്ട് അത് നമ്മുടെ ഇച്ഛാശക്തി അവിടെ തന്നിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാത്. നമുക്ക് ഇച്ഛാശക്തി തന്നിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാത്. വി ഹാവ് ദ ഫ്രീഡം. നമുക്ക് ചെന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ അപേക്ഷ കേൾക്കും. സ്തോത്രം. അതിന് ഇനിയും നിങ്ങൾക്ക് ന്യായമായി ആ വിഷയ സംബന്ധമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. And it was proposed that we may set apart a day, even a full day, maybe a few hours for answering the possible queries you might have. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ട് ന്യായമായ സംശയങ്ങൾ, ആത്മീയ വിഷയ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനായിട്ട് നമ്മളൊരു ദിവസം ചില മണിക്കൂർ നമ്മൾ അതിനുവേണ്ടി വേർതിരിക്കാൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കത് ചെയ്യാം. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ നിങ്ങളൊന്ന് കുറിച്ച് വെച്ചേക്കണം. പിന്നെ ഇന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ ഞാൻ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. സ്തോത്രം. ആട്ടെ, ഞാൻ പറഞ്ഞ് കൊണ്ടുവരുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രധാന സ്കീം ദൈവത്തിൻ്റെ അനാദിയിലെ നിർണയത്തിൻ്റെ നിവൃത്തീകരണമാണ് ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. സകലവും അനാദിയിലെ നിർണയത്തിന് നിറവേറലിനുള്ള പടികളാണ്. അനാദിയിലെ നിർണയം യേശുക്രിസ്തുവിൽ നിവർത്തിച്ചു. എഫേസ് ലേഖനം 3-ാം അധ്യായം 9 മുതൽ 11 വരെ. അനാദിയിലെ, അതൊന്നുകൂടെ ഒന്ന് വായിച്ച്, ഇടയ്ക്ക് വാക്യം ഒന്ന് വായിക്കുന്നല്ല, നമ്മുടെ കുറിവാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ് ലേഖനം 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സകലവും സൃഷ്ടിച്ച് ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുതമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായിരുന്നു. അപ്പോൾ അനാദി നിർണയം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചു. അത് സഭയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അനാദിയിലെ നിർണയം, അനാദി എന്ന് പറഞ്ഞാൽ ആദിക്കും മുമ്പ്. ആദി എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച സമയം, അതാണ് ആദി. അതിനു മുമ്പുള്ള സമയമാണ് അനാദി. 90-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, കർത്താവിനെ തലമുറ തലമുറ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. സ്തോത്രം. അപ്പോൾ അനാദിയിൽ ഏതെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന് തിരുഹൃദയത്തിലെടുത്ത തീരുമാനം, നിർണയം, സ്തോത്രം, അത് യേശുക്രിസ്തുവിൽ നിവർത്തിച്ചു. യേശുക്രിസ്തു നിവർത്തിച്ച് സഭയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അനാദിയിലെ നിർണയം എന്ന് പറയുന്നത് ദൈവ സഭയാണ്. അപ്പോൾ ദൈവസഭയുടെ രൂപീകരണത്തിനുള്ള പടികളാണ് ചരിത്രത്തിലൂടെ ആദി മുതൽ ഇന്ന് വരെ നമ്മൾ കാണുന്നത്. സ്തോത്രം. അത് പറഞ്ഞല്ലോ, സഭ ആരാണെന്നും സഭ എന്താണെന്നും ഒക്കെ നമുക്കിത് മനസ്സിലാവുന്ന എവിടെയാണ്. സഭ ഒരു സംഘടനയല്ല. സഭ
പരമാർത്ഥമായും കർത്താവിനെ സ്നേഹിക്കുന്ന വീണ്ടും ജനനം പ്രാപിച്ച, ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന വിശുദ്ധന്മാരുടെ സമൂഹമാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയാണ്, ഒരു സംഘടനയാണ്, ഒരു വിഭാഗമാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. സ്തോത്രം. വീണ്ടും ജനിച്ച ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ സമൂഹമാണ് ദൈവസഭ. അവർ നിത്യതയിൽ ക്രിസ്തയേശുവിൽ കൂട്ടവകാശികളായിരിക്കും. സ്തോത്രം. ക്രിസ്തയേശുവിൽ കൂട്ടവകാശികളായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞതാണ്, ഒരു കൂട്ടം അഭയാർത്ഥികളായിട്ട് എങ്ങനെയാണ് സ്വർഗത്തിൽ വലിഞ്ഞു കയറി അവിടെ പാട്ടും പാടി സ്തുതിപാഠകന്മാരെ കഴിയുക എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിനോടുകൂടെ കർത്താവിനുള്ള സകല പദവികളിലും ഒരു പങ്ക് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നിയമിച്ചിരിക്കുകയാണ്. അതാണ് കൂട്ടവകാശികൾ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളത് പ്രത്യേകം വായിക്കുന്നു. നമ്മൾ കർത്താവിൽ കൂട്ടവകാശികളാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ആ നിത്യമായ ഉന്നതമായ ശ്രേഷ്ഠമായ പദവിക്കായി ദൈവം ഒരുക്കുന്ന സമൂഹമാണ് ദൈവസഭ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം എന്നല്ല, ദൈവത്തിനു വേണ്ടി നമ്മൾ എന്നുള്ള ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. എനിക്ക് വേണ്ടി ദൈവം എന്നല്ല, ദൈവത്തിനു വേണ്ടി ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിനുള്ള പടികളാണ് ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതലേ നമ്മൾ കാണുന്നത് അതാണ്. സ്തോത്രം. അപ്പോൾ അപ്പൊ ഇനി ഓരോ പടികളിലേക്ക് നമ്മൾ കടക്കുക. കൂടെ വരണേ. സ്തോത്രം. അപ്പോൾ ആദിയിൽ നടന്നത് എന്താണ്? അപ്പൊ ആദ്യം മുതൽ അനാദില നിർണയത്തിന്റെ നിവർത്തീകരണമാണ് ആദ്യം മുതൽ നടക്കുന്നത്. അപ്പോൾ ആദിയിൽ നടന്നത് സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുക. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവിടെ ആകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെളിയിലോട്ടിറങ്ങി നോക്കുന്ന നീലവിരിപ്പ് അല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ആകാശം എന്ന് മലയാളത്തിൽ തർജ്ജമ വന്നിരിക്കുന്നത് സ്വർഗമാണ്. കാരണം 2-ാം ദിവസത്തെ സൃഷ്ടിപ്പാണ് വിധാനം, ഈ നീലവിരിപ്പ്. ഉൽപ്പത്തി 1-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചേര്. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വായിച്ചോളൂ. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിൽ കീഴുള്ള വെള്ളവും വിധാനത്തിൽ മീതിയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി വിശ്വസമായി 2-ാം ദിവസം. അപ്പൊ 2-ാം ദിവസമാണ് ഏത് സൃഷ്ടിച്ചത്? ഈ നീലവിരിപ്പ് സൃഷ്ടിച്ചത്. അപ്പോൾ ആദിയിലെ സൃഷ്ടിപ്പ് സ്വർഗമാണ്. നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി, വേദപുസ്തകം ഈ ഭൂമിയെക്കുറിച്ച് വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടതാണ്. സ്വർഗതുല്യമായ സ്ഥലമായിട്ടാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ആദിയിൽ സൃഷ്ടിച്ചു. സ്തോത്രം. അപ്പോൾ സ്വർഗവും ഇല്ലാഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ന്യായമായി ചിലർ ചോദിക്കാറുണ്ട്, സ്വർഗമില്ലായിരുന്നേ പിന്നെ ദൈവം എവിടെയായിരുന്നു? ദൈവം സ്വർഗത്തിൽ സ്വർഗമുണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്നവനല്ല. ഞാൻ വിശദീകരിച്ചു തരാം, വ്യക്തമാക്കി തരാം. ദൈവത്തിന് ഇരിക്കാൻ ഒരു സ്ഥലവും വേണ്ട. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് ഇരിക്കാൻ സ്ഥലമൊന്നും വേണ്ട. പിന്നെ എന്തിനാ സ്വർഗം സൃഷ്ടിച്ചത്? അപ്പോൾ അനാദില നിർണയത്തിന്റെ നിവൃത്തീകരണത്തിലുള്ള പടികളിൽ ആദ്യത്തെ പടിയാണ് സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ സ്വർഗം പിന്നെ എന്താണ്? ദൈവം വസിക്കുന്ന സ്ഥലമല്ലേ സ്വർഗം. സ്വർഗത്തെ കുറിച്ച് തിരുവെഴുത്ത് പറഞ്ഞു, സ്വർഗം യഥാർത്ഥമായ ഒരു സ്ഥലമാണ്. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുമ്പം ഒറ്റ ക്രിയാപദം കൊണ്ടാണ് സ്വർഗത്തെയും ഭൂമിയെയും സൂചിപ്പിക്കുന്നത്. Only one verb is used to denote what has happened to heaven and to earth. Now when we see the earth, we see that it is a corporeal place with boundaries. Tangible corporeal place with boundaries. So if the earth is a corporeal tangible place with boundaries, of course heaven too is a tangible place with boundaries. സ്തോത്രം. സ്വർഗവും അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഭൂമി വളരെയേറെ അധപ്പതനങ്ങൾക്ക് വിധേയപ്പെട്ടു. അത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാൻ കഴിയും. ഞാൻ ഒന്ന് വിശദീകരിച്ചോട്ടെ. ഇന്ന് കാണുന്ന ഈ ഭൂമി ഇതുപോലെ അല്ല ദൈവം സൃഷ്ടിച്ചത്. സ്വർഗതുല്യമായി, സ്വർഗത്തിന്റെ ഒരു ആന്റി ചേംബർ എന്നാണ് തിയോളജിയൻസ് പറയുന്നത്. God created the earth as an anti-chamber to heaven. സ്വർഗത്തോടടുത്ത്, സ്വർഗത്തിന്റെ സാമീപ്യത്തിൽ
സ്വർഗതുല്യമായ ഒരു സ്ഥലമായിട്ടാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. സ്വർഗതുല്യമായ ഒരു സ്ഥലമായിരുന്നു, മനോഹരമായ സ്ഥലമായി. സ്തോത്രം. ചിലർ ചോദിക്കാറുണ്ട്, നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ സൂര്യനെ സൃഷ്ടിക്കുന്നത് പിന്നീടാണ്. സൂര്യനെ സൃഷ്ടിക്കുന്നത് നോക്കണേ, അത് വായിച്ചാട്ടെ, അതിന്റെ 14-ാം വാക്യം മുതൽ ഉൽപ്പത്തി 1-ന്റെ വേഗം വായിച്ചാൽ. കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നോക്കണേ, ഇത് എന്നാണ് സന്ധ്യാവിശ്വാസമായി 4-ാം. അപ്പൊ സൂര്യനെ സൃഷ്ടിച്ചതെന്നാ 4-ാം ദിവസം. ഇതൊക്കെ നമുക്ക് ചിലപ്പം ഒരു നിരീശ്വരനെ എടുത്തു വായിച്ച് നമ്മളോട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം കൊടുക്കണം. ഉത്തരവുണ്ട് അവിടെ, സൂക്ഷിച്ച് വായിക്കാത്തതുകൊണ്ട് മാത്രമുള്ള പ്രശ്നങ്ങൾ. അപ്പൊ 4-ാം ദിവസമാണല്ലോ സൂര്യനെ സൃഷ്ടിച്ചത്. 1-ാം ദിവസം തന്നെ ദിവസം ഉണ്ടായല്ലോ, സന്ധ്യയായി ഉഷസുമായി എന്ന് പറഞ്ഞു. നോക്കണേ, 1-ാം ദിവസത്തെ സൃഷ്ടിപ്പ് വെളിച്ചമാണ്. 1-ാം ദിവസത്തെ സൃഷ്ടിപ്പ് എന്താണ്? വെളിച്ചമാണ്. അതിനു മുമ്പ് ഇരുട്ടുണ്ട്, വെളിച്ചം സൃഷ്ടിച്ചു. വെളിച്ചം ഇരുളും നമ്മളിൽ വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചം പകലും ഇരുട്ട് രാത്രിയും. അപ്പൊ സൂര്യൻ ഇല്ലാതെ തന്നെ ദിവസം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരെ കേട്ടിട്ടുണ്ട്. സൂര്യൻ ഇല്ലെങ്കിലും ദിവസം ഉണ്ടാകും, വെളിച്ചം ഇരുട്ട് മതിയല്ലോ. സ്തോത്രം. അപ്പോൾ 1-ാം ദിവസത്തെ സൃഷ്ടിപ്പ് വെളിച്ചമാണ്. അന്ന് മുതൽ വെളിച്ചവും ഇരുളുമുണ്ട്. 1 ദിവസം കഴിഞ്ഞ്, 2-ാം ദിവസം കഴിഞ്ഞ്, 3-ാം ദിവസം കഴിഞ്ഞു. ഗോഡ് സോ കോസ്റ്റ്. ദൈവം അങ്ങനെ ഈ 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം പകൽ, 4-ാം ദിവസം പകൽ വാഴേണ്ടതിന്, പകൽ ഉണ്ടാക്കേണ്ടതിനല്ല, പകൽ വാഴേണ്ടതിന്. രാത്രി ഉണ്ടാക്കേണ്ടതിനല്ല, രാത്രി വാഴേണ്ടതിന്. സ്തോത്രം. അതിനാണ് ദൈവം വലിപ്പമേറിയ വെളിച്ചം സൂര്യനും വലിപ്പം കുറഞ്ഞ വെളിച്ചം ചന്ദ്രനും സൃഷ്ടിച്ചു. സ്തോത്രം. അത് 4-ാമത്തെ ദിവസം. അതിനു മുമ്പ്, അപ്പൊ സൂര്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഭൂമി ഉണ്ടല്ലോ. അന്ന് ഭൂമി എവിടെ ആയിരുന്നു? ഇന്നിപ്പോ ഭൂമിക്ക് സൂര്യൻ ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. സൂര്യന്റെ ആകർഷണ വലയത്തിൽ പെട്ടാണല്ലോ ഭൂമി നിലനിൽക്കുന്നത്. സ്തോത്രം. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഉത്തരം, സ്വർഗത്തോടൊപ്പം സ്വർഗതുല്യമായ ഒരു സ്ഥലമായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. സ്വർഗത്തിന്റെ സാമീപ്യത്തിൽ ഒരാന്റി ചേംബർ എന്ന പോലെ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചാക്കിയിരുന്നു. സ്വർഗത്തിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ചുറ്റി തന്നെ ഈ ഭൂഗോളം നിന്നു. കാര്യം ആദ്യമേ തന്നെ ഇത് ഗോളമായിട്ടാണ് സൃഷ്ടിച്ചത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഭൂഗോളത്തിൻ മീതെ ഇരിക്കുന്നു എന്ന് പറയുന്നു, ആഴത്തിന് മീതെ വൃത്തം വരച്ചു എന്ന് പറയുന്നു. സ്തോത്രം. അതുകൊണ്ട് അന്നേ ഇതെന്താണ്? ഗോളമാണ്. അതുകൊണ്ട് ഈ ഭൂഗോളം സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് സ്വർഗത്തെ ചുറ്റി നിന്നു. സ്വർഗത്തിന്റെ ആകർഷണ വലയത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മാത്രമല്ല, ഇനി ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വർഗത്തോടൊപ്പം ഭൂമിയോടൊപ്പം ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ദൂതന്മാരെ സൃഷ്ടിച്ചപ്പോൾ ദൂതപ്രമുഖനായിരുന്ന ലൂസിഫർ, ദൂതന്മാരിൽ പ്രമുഖനായിരുന്നു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. ലൂസിഫറിന് പ്രത്യേകം പാർപ്പിടമായി ദൈവം ഭൂമിയെ കൽപ്പിച്ചു കൊടുത്തിരുന്നു. ഈ ഭൂമിക്ക് മുഴുവനായിട്ട് അന്ന് വിളിച്ചിരുന്ന പേര് ഏദേൻ എന്നായിരുന്നു. ഏദേൻ എന്ന വാക്കിന്റെ അർത്ഥം തോട്ടം എന്നേ ഉള്ളൂ. ഏദേൻ എന്ന വാക്കിന്റെ അർത്ഥം തോട്ടമാണ്. അപ്പോൾ സ്വർഗം എന്ന കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള ഒരു ഹാങ്ങിങ് ഗാർഡൻ പോലെ ദൈവത്തിന്റെ തോട്ടമായി ഭൂമിയെ ദൈവം നിയമിച്ചിരുന്നു. ഈ തോട്ടത്തിൽ അധിവസിക്കാൻ ദൂതപ്രമുഖനായിരുന്ന ലൂസിഫറിന് ദൈവം അനുവാദം കൊടുത്തിരുന്നു. ഭൂമി അവന്റെ ഒഫീഷ്യൽ റെസിഡൻസും അവന് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ പോലെ, സ്വർഗം അവന്റെ പ്രവർത്തിക്കുള്ള ഓഫീസും എന്നതുപോലെ ഇന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ സ്വർഗത്തോട് ചേർന്ന് ഭൂമി നിൽക്കുകയാണ്. ഈ ഭൂമിയിൽ പാർത്തിരിക്കുമ്പോൾ, ഈ ഭൂമി തന്റെ ആസ്ഥാനമായിരിക്കുമ്പോഴാണ് ലൂസിഫറിന്റെ ഹൃദയത്തിൽ പാപം കടന്നു വന്നത്. ഞാനത് ഭാഗത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ പാപം അവനിൽ കടന്നപ്പോൾ ദൈവം അവനെ അശുദ്ധനെന്ന് കണ്ട് വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്നും പുറത്താക്കി. ഹി വാസ് ഔസ്റ്റഡ്. സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളി, ഭൂമിയിൽ നിന്നും പുറന്തള്ളി. ഭൂമിയിൽ നിന്നും അവനെ പുറന്തള്ളി എന്ന് മാത്രമല്ല, അവന്റെ പാർപ്പിടമായിരുന്ന ഭൂമിയെയും ദൈവം ശപിച്ചു.
ഭൂമി സ്വർഗത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് ദൂരെ ഉച്ചാടനം ചെയ്യപ്പെട്ടു. ഉച്ചാടനം ചെയ്യപ്പെട്ട ഭൂമിയെ ആദ്യം വെള്ളം കൊണ്ട് മൂടി. അതിനു മുമ്പ് സമുദ്രമില്ല. വെള്ളം കൊണ്ട് മൂടി. അതിനു മീതെ ഇരുട്ട് കൊണ്ട് മൂടി ദൂരവേ തള്ളിക്കളഞ്ഞിരുന്നു. അനന്തവിശാലമായ അഖിലാണ്ട കടാകത്തിൽ നഷ്ടപ്രായമായി തള്ളപ്പെട്ട അവസ്ഥയിൽ ദൈവം ഭൂമിയെ തള്ളിയിരുന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മളൊരു ഗ്യാപ്പുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാം വാക്യം ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ഉണ്ടാക്കിയപ്പം കൈപ്പഴ പറ്റിപ്പോയോ? ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തൊട്ട് താഴെ പറഞ്ഞു ശൂന്യമായിപ്പോന്ന്, പാഴായിപ്പോയെന്ന്. എന്നെ ഉണ്ടാക്കിയപ്പം ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായിട്ട് അതിന്റെ കുഴപ്പമായെന്നാ. അതിനിടയ്ക്ക് ഈ കഥകളെല്ലാം ഈ സംഭവങ്ങളെല്ലാം അതിനിടയിൽ വരുന്നുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കാം. സ്തോത്രം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് 2-ാം വാക്യത്തിന് മധ്യത്തിലാണ് ലൂസിഫറിന്റെ മത്സരവും അവന്റെ ഉച്ചാടനവും ഭൂമിയെ തള്ളിക്കളയുന്നതും. ഭൂമിയെ ആദ്യം വെള്ളം കൊണ്ട് മൂടി, ഇരുട്ടുകൊണ്ട് മൂടി തള്ളിക്കളയുന്നത്. സ്തോത്രം. അതിനുശേഷം എത്ര കാലം ഭൂമി അങ്ങനെ ഇരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കെ വി സൈമൺ സാറിന്റെ വേദവിഹാരം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത്, എത്ര നാൾ പൃഥ്വി മട്ടിരുന്നെന്നറിയില്ല, തദ്യുഗാന്ത്യത്തിൽ പരമേശ്വരൻ ദീപ്തി ഉണ്ടാകട്ടെ എന്ന് ഓതി. അദ്ദേഹം അതിന് പറഞ്ഞ വിശദീകരണം വേദപുസ്തകത്തിലും അത് തറലി ബിബ്ലിക്കലാണ് അദ്ദേഹത്തിന് ആ വേദവിഹാരം എന്ന കവിത. അതിൽ എത്ര നാളിങ്ങനെ നഷ്ടപ്രായമായി കിടന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആ യുഗത്തിന്റെ ഒടുവിലാണ്. ഇതിന് 2 കവറിംഗ് ആണല്ലോ. 1 വെള്ളം കൊണ്ട് മൂടി, 2 ഇരുട്ട് കൊണ്ട് മൂടി. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു സാധനം ചീത്തയായാൽ നമ്മളത് വലിച്ച് ദൂരോട്ട് എറിഞ്ഞ് കുറച്ച് മണ്ണ് വെട്ടി അതിന്റെ മുകളിലോട്ടിട്ട് അതിന്റെ മുകളിൽ 2 കല്ലും പിടിച്ചു വെക്കുന്ന പോലെ. എന്തുകൊണ്ടാണ് ഭൂമിയെ തള്ളിയത്? ഈ നല്ലവർ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു മേന്മയും ദോഷികൾ ഉപയോഗിക്കുന്ന സാധനത്തിന് ഒരു ദോഷവും നമ്മൾ ആരോപിക്കാറുണ്ട്. ഇറ്റ്സ് നാച്ചുറൽ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കൽ ഈ വാർധ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പം ഞങ്ങളവിടെ സേവാഗ്രാമം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പോയി താമസിക്കുന്ന സ്ഥലമായിരുന്നു, ഒരു ആശ്രമം. അത് അവിടെ ചെന്നപ്പം വാർധയില് ഈ ഗാന്ധി താമസിച്ചിരുന്ന ആശ്രമം കാണാനായിട്ട് ഞങ്ങളിങ്ങനെ ചെന്നു. ഞങ്ങൾ അവിടെ ഇപ്പോഴും സേവനിമാരും ഒക്കെ ഉണ്ട്, ഇപ്പോഴും ആശ്രമമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അവർ ഞങ്ങളെ കണ്ടു വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഓരോ സാധനങ്ങളിൽ ഇങ്ങനെ കൊച്ചു കുടിലുകളുണ്ട്, ഇതെങ്കിലും കാണിച്ചു കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ 3-4 പേരാണ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരു സേവിനി, ബാബുജി ഏ ഫിദക്കെ ജാന ജി ഏ ഫിദക്കെ ജാ, ഇതും കൂടെ കണ്ടിച്ചോ എന്ന് ഒരു സ്ത്രീ വളരെ. അപ്പൊ അവരെല്ലാം അങ്ങ് പോയെങ്കിലും ഞാൻ ഇവരിങ്ങനെ താല്പര്യമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ ആ ഒരു കുടിലോട്ട് ചെന്നപ്പോൾ അവർ വലിയ ആവേശത്തോടെ, പ്രായമുള്ള ആളാ, സന്തോഷത്തോടെ അവിടെ വളരെ പൊന്നുപോലെ വെച്ചിരിക്കുന്ന എന്തോ ഒരു സാധനം എടുത്ത്, അത് തുണിക്കകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനം അതെടുത്ത് ഇങ്ങനെ അഴിക്കുക. പെട്ടെന്ന് അഴിച്ച് 2-3-4 തുണി ഇങ്ങനെ അഴിച്ചഴിച്ച് വക്ക് പൊട്ടി ഒരു കൂജ എന്നെ കാണിച്ചു. വക്ക് പൊട്ടിയ കൂജ കാണിച്ച് പൊന്നുപോലെ സൂക്ഷിച്ചേക്കുക. എന്നിട്ട് പറഞ്ഞു, ബാപ്പുജി ഇവിടെ വരുമ്പം ഈ കൂജക്കകത്തു നിന്നായിരുന്നു വെള്ളം കുടിക്കുന്നത്. മഹാത്മാഗാന്ധി അവിടെ വരുമ്പം അതിനകത്തു നിന്നായിരുന്നു. ഇപ്പം പൊന്നുപോലെ വക്ക് പൊട്ടി, പക്ഷെ ഇപ്പോഴും പൊന്നുപോലെ അത് വെച്ചേക്കുക. ഒരു വലിയ ആൾ ഉപയോഗിച്ചിരുന്നതിനൊരു ശ്രേഷ്ഠത, ഒരു മാന്യത, അതിനൊരു മാന്യത കൽപ്പിക്കുന്നു. ഇത് സ്വാഭാവികമാണ്. തിരിച്ചും ശപിക്കപ്പെട്ടവർക്ക് നമുക്കറിയാല്, രംഗായും ബില്ലായും മഹാകുരുത്തക്കേട് കാണിച്ചവന്മാരെ തൂക്കിലിടാൻ മരിച്ചു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ they were driving a very costly car, വലിയ വിലയുള്ളൊരു കാറിൽ അവർ പോകുമ്പോഴാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത്. and they were wearing 3-piece tail suit. അപ്പം അത് കഴിഞ്ഞ് അവരിൽ നിന്ന് ഈ സൂട്ടെല്ലാം ഊരിച്ച് ജയിലിലെ മീൻസ് വേഷമൊക്കെ കൊടുത്തായിരിക്കും അവർ ഇട്ടിരുന്നേ. ഇവരെ തൂക്കിലിട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞു നിൽക്കട്ടെ, ഈ ഒരു 3-piece സൂട്ട് നിങ്ങൾക്ക് തന്നേച്ചു, വളരെ ബ്യൂട്ടിഫുൾ കോസ്റ്റ്ലി സൂട്ടാണെങ്കിൽ ഇത് നിങ്ങൾ ഇട്ടു. അയാളുടെ സൂട്ടായിരുന്നു, തൂക്കിലിട്ടവന്റെ സൂട്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങളത് മേടിക്കുമോ? അല്ല, ആ സൂട്ടിന് ഒരു അത്യാവശ്യമുള്ള ഒരാളാണെങ്കിൽ പോലും ഒന്ന് മേടിച്ചാലും ശരിക്കും ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത്. ഇതൊക്കെ എന്തുകൊണ്ടാ? ഒരു ശപിക്കപ്പെട്ട ഒരു ഉപയോഗിച്ചിട്ട് നമ്മളൊരു എന്തോ ഒരു ആകായികം ആരോപിക്കാറുണ്ട്. സെയിം തിങ്. ഇതുപോലെ തന്നെ ഭൂമി ശപിക്കപ്പെട്ടവനായ ലൂസിഫറിന്റെ പാർപ്പിടമായിരുന്നതുകൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടു, തള്ളപ്പെട്ടതാ. ഇങ്ങനെ മൂടപ്പെട്ട് കിടന്ന ഭൂമിയെ പരിശുദ്ധാത്മാവ് അന്ന് അതിനെ പരിപാലിച്ചിരുന്ന പുസ്തകത്തിലുണ്ട്. അന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സംരക്ഷണയിലായിരുന്നു ഭൂമി. ഒടുവിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു.
വെളിച്ചമുണ്ടായി, ഇരുളൊരു കോണിൽ, വെളിച്ചം ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞ് രണ്ടാമത്, വെള്ളം ഒരു കോണിൽ കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ. വെള്ളം ഒരു കോണിൽ കൂടി, ഉണങ്ങിയ നിലം കണ്ടു. ഒരു സമുദ്രവും ഒരു കരയും, ഒരു സമുദ്രവും ഒരു കരയുമായിരുന്നു. സ്തോത്രം. ആ കരയ്ക്ക് ഇന്നിപ്പോ ജിയോളജി അത് പറയുന്നുണ്ട്. ആ കരയ്ക്ക് ജിയോളജിക്കാർ പറയുന്ന പേരാണ് ഗോണ്ടാവന ലാൻഡ്സ്. ഒറ്റ കരയും ഒറ്റ സമുദ്രവുമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂമിയിൽ. അങ്ങനെയായിരുന്നു. ഒരു സമുദ്രം കരയുമായിട്ടുണ്ടായ ഗോണ്ടാവന ലാൻഡ്സ്. ആ ഒറ്റ കരയിലാണ് കിഴക്ക് മാറി ഏതേൻ. പഴയ ഭൂമി മുഴുവൻ ഏതേനായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോ കിഴക്ക് മാറി ഒരു കൊച്ച് ഏതേൻ ഉണ്ടാക്കി, ഒരു കൊച്ച് തോട്ടമുണ്ടാക്കി. സ്തോത്രം. നോക്കണേ, ആ കൊച്ചു തോട്ടം. അപ്പൊ ഭൂമി ഭാഗികമായിട്ട് മാത്രം ഉദ്ധരിക്കപ്പെടുക, ഭാഗികമായിട്ട് മാത്രം ഉദ്ധരിക്കപ്പെടുക. ആ ഒരു കൊച്ചു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഭൂമിക്ക് പിന്നെയും ഒരു ശാപം ഉണ്ടായി. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അവനെ പുറത്താക്കി. ഏതിനും പോയി ഭൂമിയുടെ അധോഭാഗത്ത് വിശ്രമം പ്രാപിച്ചെന്ന പുസ്തകത്തിൽ പറയുന്നു, പുസ്തകത്തിലുണ്ട്. നോക്കണേ, അപ്പോൾ ഏതിനും പോയി. ആ ഏതിനും പോയി. ഭൂമി പിന്നെയും വളരെ അധപതനത്തിന് വിധേയപ്പെട്ടു. മാത്രമല്ല, അപ്പോൾ ആദാമിന്റെ പാപനിമിത്തം ഭൂമിക്ക് പിന്നെയും ഒരു അധപതനം ഉണ്ടായി. മുള്ളും പാറക്കാരി ഭൂമിയിൽ മുളച്ചു. അത് കഴിഞ്ഞു മനുഷ്യൻ ഭൂമിയിൽ പിന്നെയും പാപത്തിൽ തുടരുകയാണ്. പാപത്തിൽ തുടർന്നതിന്റെ ഫലമായി നോഹയുടെ കാലമായപ്പോൾ പിന്നെയും ഭൂമിക്കൊരു ശാപമുണ്ടായി. നോഹയുടെ കാലത്ത് ഭൂമി ശപിക്കപ്പെട്ടു. അതിനു മുമ്പ് ഇന്നത്തെ പോലെ അല്ല, ഭൂമിയുടെ അടിയിൽ നിന്ന് മഞ്ഞു പൊങ്ങിയാണ് ഭൂമിയെല്ലാം നനച്ചു വന്നത്. ഉൽപ്പത്തി 2:7 ഒന്ന് വായിച്ച, 2:6-7 ഒന്ന് വായിച്ചാട്ടെ. 2:6-7. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെ നനച്ചു വന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. മതി. നോക്കണേ, അവിടെ നമ്മൾ കാണുന്നത് നിലത്ത് നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. കേട്ടെ, ഭൂമി അങ്ങനെ ആയിരുന്നെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ജിയോളജി ഇപ്പൊ ഇത് തെളിയിച്ചിട്ടുണ്ട്. അതായത് 24-ാം സങ്കീർത്തനം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. The fullness of the earth belongs to the Lord. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. ഈ ഭൂമിയുടെ ഉള്ളിൽ വലിയ ജലതടാകങ്ങളും ഈ ജലതടാകങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന ശക്തിയേറിയ നീരൊഴുക്കുകളുമായിരുന്നു. There were powerful subterranean currents connecting these subterranean lakes inside. അടിയിലുള്ള വലിയ തടാകങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന subterranean currents, വലിയ നീരൊഴുക്കുകളാണ്. ആ നീരൊഴുക്കുകളിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ജലകണികകൾ കിനിഞ്ഞു പൊങ്ങി ഭൂമിയുടെ ഉപരിതലം നനച്ചു വന്നിരുന്നു. മഞ്ഞു പൊങ്ങി ഭൂമിയുടെ ഉപരിതലം എല്ലാം നനയ്ക്കുക. ഇന്നത്തെ പോലെ മഴയില്ല. 2000 വർഷത്തേക്ക് ഭൂമിയിൽ മഴയില്ലായിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ്, മനുഷ്യന്റെ പാപത്തിന് ശേഷം, സൃഷ്ടിച്ചെന്ന് പറഞ്ഞതിനേക്കാൾ മനുഷ്യന്റെ പാപത്തിന് ശേഷം 2000 കൊല്ലത്തേക്ക് ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി ഇതെല്ലാം. എന്തൊരു നല്ല കാലം. നമുക്ക് ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതാ. ഈ ശരീരത്തിന് മണ്ണിന്റെ ഈ ഭൂമിയുടെ ഒരു ചിത്രം നമുക്ക് ഈ ശരീരത്ത് കാണാം. നരമ്പിനകത്തൂടി രക്തമൊഴുകുന്നു. രോമകൂപങ്ങളിലൂടെ വേർപ്പ് പൊടിച്ച് ശരീരത്തിന്റെ ഉപരിതലം ഈർപ്പമുള്ളതാക്കി വെച്ചിരിക്കുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു ഈ ഭൂമി. വേർക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ്. ആയുർവേദത്തിൽ പല അസുഖങ്ങൾക്കുള്ളൊരു ചികിത്സ വേർപ്പിക്കലാണ്. മനുഷ്യൻ വേർത്തേ വെക്കുള്ളൂ. ഒരു മോഡേൺ എക്സിക്യൂട്ടീവ്, he lives in his centrally air conditioned flat and he comes down in the air conditioned lift, then gets into the air conditioned car, goes to and spends his time in the air conditioned office, and he continues like that. But he should at least occasionally take time to go and have exercise and have a steam bath. There are health saloons where you can have a steam bath. നമ്മൾ ഉണ്ടാകണം കേട്ടോ. we should have it. വേർക്കാതിരിക്കരുത്. സ്റ്റീം ബാത്ത് എടുത്ത് you should
undergo the experience of sweating up. എങ്കിൽ മാത്രമേ ത്വക്ക് നല്ല ഹെൽത്തി ആയിരിക്കുള്ളൂ. നമ്മുടെ ശരീരം ഈർപ്പമുള്ളതായിരിക്കണം. അതുകൊണ്ട് പല ത്വക്ക് രോഗങ്ങൾക്കും മാത്രമല്ല പല രോഗങ്ങൾക്കും ആയുർവേദത്തിലെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ വേർപ്പിക്കല. ഭൂമി അങ്ങനെ ആയിരുന്നു. നമ്മൾക്ക് ഇന്ന് ഇതുപോലെ തന്നെ ഇങ്ങനെ അടിയിൽ നിന്നുള്ള വെള്ളം പൊങ്ങി ഈർപ്പമുള്ളതാക്കി വെച്ചിരുന്നു. എന്ത് നല്ല കാലം. ഇന്നിപ്പം മഴ തുടങ്ങിയതുകൊണ്ട് മണ്ണൊലിപ്പ് കൊണ്ട് ഇതിന്റെ വളക്കൂറുള്ള മേലാടി മണ്ണെല്ലാം ഒലിച്ചു പോവുക. ഇനി നോഹയുടെ പ്രളയകാലത്ത് എന്താ സംഭവിച്ചത്? ഇന്നത്തെ മഴ പോലെയല്ല സംഭവിച്ചത്. നോഹയുടെ പ്രളയകാലത്ത് സംഭവിച്ചത് മേളിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന വെള്ളമുണ്ട്, നമ്മൾ വായിച്ച ഭാഗത്തുണ്ട്. ആ വെള്ളം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഇങ്ങോട്ട് ഒഴുക്കി വിടുക. എന്നിട്ട് ആഴത്തിന്റെ ഉറവുകൾ തുറന്നു. അടിയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വെള്ളത്തിന്റെ ആ ജലധാരകളുടെ ലെവലിൽ ഭൂമി പൊട്ടിപ്പിളർന്നു. അടിയിൽ നിന്ന് വെള്ളം ഗുമു ഗുമാ എന്ന് പുറത്തു വന്നു. മേളിൽ നിന്ന് വെള്ളം ഒഴുകി. അങ്ങനെ ഈ രണ്ട് വെള്ളം കൂടി ഭൂമിയിൽ പെരുകിയാണ് ഭൂമി മുഴുവൻ മൂടിപ്പോയത്. 40 ദിവസം കൊണ്ട് ഭൂമി മുഴുവൻ മൂടിപ്പോയത്. ഇന്ന് ചിലർ ചോദിക്കും 40 ദിവസം പെയ്താലും ഭൂമിയൊന്നും മൂടുകയല്ലോ. തന്നെയല്ല ചിലർ ചോദിക്കും ആറാറാത്ത് പർവ്വതത്തിൽ പെട്ട ഇങ്ങനെ ഭൂമി മുഴുവൻ ഒഴുകി നടന്നേച്ച് പിന്നെ നോഹയുടെ പെട്ട ചെന്ന് ആറാറാത്ത് പർവ്വതത്തിൽ അതിനേക്കാൾ മുമ്പിൽ എവറസ്റ്റിലല്ല ചെന്ന് ഇടിച്ച് നിൽക്കേണ്ടതല്ലായിരുന്നോ? മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചിലർ ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എവറസ്റ്റ് ഒക്കെ പിന്നാണ് ഫോം ചെയ്തത്. അതിപ്പോ ജിയോളജി, ഞാൻ ഈ പറയുന്ന ഈ ബിബ്ലിക്കൽ ഫാക്ട്സ് ഇന്ന് ജിയോളജി എല്ലാം തെളിയിച്ചിരിക്കുക. ഇനി ബാക്കി അല്പം കൂടെ വിശദീകരിക്കട്ടെ. അങ്ങനെ ഈ ജലധാരകളുടെ ലെവലിൽ ഭൂമി പൊട്ടിപ്പിളർന്ന് ആ പിളർപ്പിലേക്ക് വെള്ളം തള്ളിക്കയറി അകന്നകന്നുപോയി, കഷണങ്ങളായി. ഒരു കഷണമായ ഗോണ്ടാവന ലാൻഡ്സ് 7 കഷണമായി. കുഞ്ഞുങ്ങൾ ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, തിയറി ഓഫ് ദ ഡ്രിഫ്റ്റിംഗ് കോണ്ടിനെന്റ്സ്, ഭൂഖണ്ഡ ചലന തത്വം. അകന്നകന്നു പോയതാ. തെളിയിക്കാൻ ഒരു വിഷമവുമില്ല. നിങ്ങളൊരു ഭൂപടം മേടിക്കുക, മേശപ്പുറത്തോട്ട് ബ്ലേഡ് എടുത്ത് ആ ഭൂഖണ്ഡങ്ങൾ മാത്രം ഒന്ന് കട്ട് ചെയ്തേച്ച് ആ സമുദ്രത്തിന്റെ ഭാഗം ഒന്ന് പൊക്കിയെടുത്ത് മറ്റേ ആ പേപ്പർ ബാക്കി പൊക്കി കളയുമ്പോൾ മേശപ്പുറത്തെ ഭൂഖണ്ഡങ്ങൾ ഇരിപ്പുണ്ട്. എന്നിട്ട് അടുത്തടുത്ത ഭൂഖണ്ഡങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിച്ചേ. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും കൂടെ കിഴക്കോട്ട് കൊണ്ടുവന്നാൽ ആഫ്രിക്കയുടെ ആ മൊറോക്കോ ആ ഭാഗമില്ലേ, ആ തൊഴിൽ നിൽക്കുന്ന ആ ഭാഗം, അത് വന്ന് വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയും കൂടെ ഇടയ്ക്ക് ആ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഭാഗത്ത്, മെക്സിക്കോ ഒക്കെ ഇരിക്കുന്ന ആ ഭാഗത്തോട് വന്ന് ഇങ്ങനെ കയറും. വിട്ടും കൂടെ കയറുന്ന പോലെ വന്ന് കയറും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിഴക്കോട്ട് തള്ളിക്കൊണ്ട് വന്നാൽ ആഫ്രിക്കയുടെ ആ ഈജിപ്തിന്റെ ആ ഭാഗം ഇങ്ങനെ വന്ന് നമ്മുടെ ബോംബെയുടെ ആ തെക്കേ ഭാഗത്ത് അവിടോട്ട് വന്ന് ഇങ്ങനെ തോട് വന്ന് കയറുന്ന പോലെ കയറും. വെളിയിൽ നിന്ന് ഐസ്ലാൻഡ് താഴോട്ട് കൊണ്ടുവന്നാൽ ഒരാപ്പ് വന്ന് മുറുകുന്ന പോലെ ആ റഷ്യയുടെ മുകളിൽ വന്ന് മുറുകും. 7 കഷ്ണം കൂടെ നമ്മുടെ മേശപ്പുറത്ത് ഒരു കഷ്ണം ആകുന്നത് കാണാം. ഒരു കഷ്ണം പൊട്ടി മാറിയതാണെന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ട. നമ്മുടെ കൺമുമ്പിൽ അത് ചെയ്യാവുന്ന. ജിയോളജിക്കാര് ഓരോ 1000 വർഷത്തിലും ഓരോ 500 വർഷത്തിലും ഭൂഖണ്ഡങ്ങൾ ഏത് പൊസിഷനിലൊക്കെ ആയിരുന്നു എന്നുള്ളതിന് ചാർട്ടുകൾ വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അത് ഇന്ന് പുസ്തകങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു ഭൂമി, ഒരു കര പൊട്ടിപ്പിളർന്ന് അകന്നകന്നു പോയതാ. അപ്പോൾ അടിയിൽ നിന്ന് മഞ്ഞു പൊങ്ങാൻ സമ്മർദ്ദമില്ലാത്തത് കൊണ്ട് ഇനി മഞ്ഞു പൊങ്ങി ഉപരിതലം ഈർപ്പമുള്ളതാക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ദൈവം നോഹയോടൊരു കാര്യം പറഞ്ഞു, നീ പേടിക്കണ്ട, ഭൂമിയുള്ള കാലം വരെയും വേദയും കൊയ്ത്തും നിന്നു പോവുകയില്ല, ഞാൻ അതിന് സംവിധാനം ചെയ്തോളാം എന്ന് നോഹയോട് ദൈവം പ്രത്യേകം പറയുന്നത് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. അതിന്റെ 8-ാമത്തെ അധ്യായം എടുത്ത്, ഉൽപ്പത്തി 8-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കേട്ടോ, ഇതൊന്നും നിന്നു പോവുകയല്ല, വിതയും കൊയ്ത്തും ഒന്നും നിന്നു പോവുകയല്ല. അവരാ പേടിച്ചു കാണും, അന്താളിച്ചു കാണും, മഞ്ഞു പൊങ്ങാനില്ല. അങ്ങനെ ദൈവം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ സംവിധാനം കേടായി പോയതുകൊണ്ട്, തകരാറിലായതുകൊണ്ട്, അടിയിൽ നിന്ന് വെള്ളം പൊങ്ങുന്നത് മഞ്ഞു പൊങ്ങി ഈർപ്പമുള്ളതാക്കുന്ന സംവിധാനം പോയതുകൊണ്ട് മേളിൽ നിന്ന് ഇച്ചിരി കുടഞ്ഞു കൊടുക്കുന്ന പരിപാടി,
അതുകൊണ്ടാണ് എബ്രായർ 11 പറയുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. മഴ പെയ്യുമെന്ന് നോഹ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. കാര്യം അതുവരെ ഈ സംഗതി ഇല്ല. 11-ാം അധ്യായം എടുത്താട്ട എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി. നോക്കണേ, അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട്. അതുവരെ എന്തില്ല? മഴയില്ല. ഇത് യുക്തികരമായി ചിന്തിക്കാനേ ഉള്ളൂ. കാരണം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ കൊച്ചു കേരളം ഭയങ്കര മഴയാണ്. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴേക്ക് നല്ല മഴയാ, കൂരി ഒഴിക്കുന്നല്ലോ പെയ്യുക. ഏതാ 43 നദികളുണ്ട് നമ്മുടെ കേരളത്തിൽ. 43 നദികൾ, നല്ല ആഴമുള്ള. അമ്പയാറൊക്കെ എന്നാ ഉണ്ട്, ഭയങ്കര ആഴമല്ലേ. ഈ 43 നദികൾ ഓരോ വർഷവും കുറഞ്ഞത് ഒരു 2 മാസം കലങ്ങി മറിഞ്ഞ ഒഴുകുന്നത്. ഇതിന്റെ ഒരു 1 മീറ്റർ നദി ഒന്ന് കലക്കണമെങ്കിൽ എത്ര ടിപ്പർ ലോറി മണ്ണൊന്ന് ഇട്ടെങ്കിലേ കലങ്ങുള്ളൂ? മനസ്സിലാവുന്നുണ്ടോ? എത്ര ടിപ്പർ ലോറി മണ്ണിട്ടാൽ 1 മീറ്റർ നദി ഒന്ന് കലക്കാം? ഒത്തിരി ടിപ്പർ ലോറി നിറച്ച് മണ്ണിട്ടാലേ നോക്കൂ. പക്ഷേ ഇത് അങ്ങ് കിഴക്ക് മുതൽ അങ്ങ് പടിഞ്ഞാറേ അറ്റം സമുദ്രത്തിൽ ചേരുന്നത് വരെ ഈ പമ്പയാറ് കലങ്ങി മറിഞ്ഞ് മാസങ്ങളോളം ഒഴുകും. പാമ്പയാറ് മാത്രമല്ല, 43 നദി എല്ലാ ആണ്ടിലും അനേകം മാസം, 2 മാസമെങ്കിലും മിനിമം, അതിൽ കൂടുതൽ കാണും. പിന്നെ ഓരോ കാലവർഷത്തിലൊക്കെ അറിയാമല്ലോ, തുലാവർഷമൊക്കെ വരുമ്പോൾ പിന്നെയും കലങ്ങി മറിഞ്ഞു ഒഴുകുക, ഇങ്ങനെ ഒലിച്ചു പോവുക. അപ്പോൾ ഒരു വർഷം എത്ര മല കേരളത്തിൽ നിന്ന് ഒലിച്ച് അറേബ്യൻ സമുദ്രത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാ വളക്കൂറുള്ള മേലാടി മണ്ണങ്ങ് ഒലിച്ചു പോവുക. അതുകൊണ്ട് വളക്കൂറ് പോകുന്നത് കൊണ്ട് നമ്മൾ പിന്നെ രാസവളം ഇടുക, പാറയൊക്കെ തെളിയുക. നോക്കണേ, ഭൂമി ആകെ കൂടെ വല്ലാതായിരിക്കെ. പ്രവാചകൻ ഇതിനെ കുറിച്ച് പറഞ്ഞു, പൊടുപട പൊട്ടുന്നു, കിറുകിറ കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അത് വീഴും. ഇന്ന് 7 കഷ്ണങ്ങളായിട്ടാണ്, 7 പ്ലേറ്റുകളിൽ നിൽക്കുക ഈ ഭൂമി. ഈ പ്ലേറ്റുകൾ പരസ്പരം ചലിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യൻ പ്ലേറ്റും തിബറ്റൻ പ്ലേറ്റും ഉണ്ട് നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ ഇന്ത്യയിൽ. ഇന്ത്യൻ പ്ലേറ്റും തിബറ്റൻ പ്ലേറ്റുമാണ്. തിബറ്റൻ പ്ലേറ്റ് തെക്കോട്ടും ഇന്ത്യൻ പ്ലേറ്റ് വടക്കോട്ടും ചലിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വടക്കോട്ടും തെക്കോട്ടും ഇത് രണ്ടും ചലിക്കുന്ന ഈ പ്ലേറ്റുകൾ ചലിച്ച് വന്ന് ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടും ചലനം നിന്നില്ല, പിന്നെയും ചലിച്ചോണ്ടിരിക്കുക ഇങ്ങനെ. പിന്നെ ചലിച്ചാൽ എന്ത് പറ്റും? പൊങ്ങും. അങ്ങനെയാണ് എവറസ്റ്റ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3 വർഷത്തിനോടകം 20 അടി എവറസ്റ്റിന് ഉയരം കൂടി. ഞാനിത് ഇവിടെ പറഞ്ഞു എവിടെയെങ്കിലും പോയി ഒളിക്കാൻ പോവല്ല. ഫാക്ട്സ് 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 published facts I am presenting before you, which is proving that Bible is correct and correct. നോക്കണേ, ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ കുറെ യാത്ര ചെയ്യാനൊക്കെ അവസരം തന്നിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ പോയാൽ വണ്ടി കയറാത്ത മലയുടെ മുകളിലോട്ട് നടന്നു കയറിയാലും അതിന് മുകളിൽ ചെല്ലുമ്പോഴും കാണാം ഉരുളങ്കല്ലുകൾ, നല്ല മീനിസമുള്ള കല്ലുകൾ ലൂസ് സോയിലിനകത്ത് കുഴച്ചു വെച്ചിരിക്കുന്നത് പോലെ മലഞ്ചെരുവിൽ ഇരിക്കുന്ന കാണാം. അവിടുത്തുകാരൻ ഒരാൾ പറഞ്ഞത്, അക്വാറ്റിക് ക്രീച്ചേഴ്സിന്റെ റിമെയിൻസ് ഈ ഹിമാചൽ പ്രദേശിലെ വലിയ മലയുടെ മുകളിൽ കാണുന്നെന്ന്. ഇതെല്ലാം തകിടം മറിഞ്ഞ് പൊട്ടിപ്പിളർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു മാറിയൊക്കെ ഇങ്ങനെ ആയിരിക്കുക. ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായി, ഭുജിൽ. ആ ഭാഗം വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്താ സംഭവിച്ചത്? ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് ഇച്ചിരി ഒന്ന് തെന്നി മാറി, അത്രയേ ഉള്ളൂ. ഇച്ചിരി വേഗം ഒന്ന് തെന്നി മാറി, അനങ്ങിയിരുന്ന് ഇച്ചിരി വേഗം അങ്ങോട്ട് തെന്നി മാറി, ബസ്. എന്ത് സംഭവിച്ചു? മനുഷ്യന്റെ കൊട്ടാരങ്ങളെല്ലാം
നിമിഷ നേരം കൊണ്ട് പോയി. സങ്കടമുണ്ട്. അതിന് ചില മാസങ്ങൾക്ക് ശേഷം ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് അടുത്തൊരു സ്ഥലത്താണ് ഞാൻ ചെന്ന്. സഹോദരന്മാർ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, കണ്ടാ സങ്കടമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് 4 നില 5 നില 8 നില ഒക്കെ കെട്ടിടങ്ങൾ നിന്ന സ്ഥലത്ത് ഇതെല്ലാം അങ്ങ് അടിയിലോട്ടങ്ങ് പോയി. ഒരു സഹോദരൻ പറഞ്ഞത് സമുദ്രത്തിൽ വലിയ കൊടുങ്കാറ്റടിച്ചിട്ട് കപ്പലുകളൊക്കെ മുങ്ങിപ്പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് സമുദ്രം ശാന്തമാകുമ്പോൾ ഒരു കപ്പലിന്റെ പുകക്കുഴലിന്റെ അറ്റം ഇവിടെ, വേറെണ്ണത്തിന്റെ വേറൊരു ഭാഗം അവിടെയും ഒക്കെ ഇങ്ങനെ 2-3 ചെറിയ പോയിന്റ്സ് പൊങ്ങി നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് എന്തോ തോന്നും. ഏതാണ്ട് അതുപോലെ തന്നെ ചില കെട്ടിടങ്ങളിൽ ഇച്ചിരി അറ്റം, 8 നില 10 നില കെട്ടിട ഇച്ചിരി അറ്റം മുകളിലോട്ട് നിൽക്കുന്നത് കാണും. 1000കണക്കിന് 10,000കണക്കിന് മനുഷ്യർ അതിനകത്ത് ജീവനോടെ കുഴിച്ചിടപ്പെട്ടു പോയി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത്. അതങ്ങനെ തന്നെയാണ്, ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്ന്. ആ സംസ്ഥാനത്ത് ഒരു നിമിഷം കൊണ്ട് 10,000 അല്ല ലക്ഷങ്ങൾ അവിടെ പോയി. അവിടെയും ദൈവത്തിന്റെ കരുണയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഓർക്കുന്നു, ഞാൻ അന്ന് ദോഹയിൽ ചില യോഗങ്ങൾക്ക് വന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് കേട്ടത്. ഭയങ്കര വിഷമം തോന്നി എനിക്ക്. ഞാൻ യാത്ര ചെയ്തിട്ടുള്ള എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ചില പട്ടണങ്ങളായിരുന്നു. അവിടെ കുക്കിംഗ് ഗ്യാസ് പൈപ്പിനകത്തൂടാ, സിലിണ്ടറിനകത്ത് നിറച്ചുകൊണ്ട് പോവുകയൊന്നുമല്ല അവിടെങ്ങും. അവിടെ ആ ഗുജറാത്തിലെ പല പട്ടണങ്ങളിലും നമ്മൾ വെള്ളം പൈപ്പിനകത്തൂടെ വന്ന് ഒരു കൊച്ചു പൈപ്പിട്ട് വീട്ടിലോട്ട് ഇങ്ങനെ എടുക്കുന്ന പോലെ റോഡിൽ കൂടെ കുക്കിംഗ് ഗ്യാസ് പൈപ്പ് ലൈനകത്തൂടെ പോവാ. ഓരോ കോളനിയിലേക്കൊരു വലിയ പൈപ്പിട്ട് അവിടെ ഒരു ചെറിയൊരു സ്റ്റേഷൻ, എന്നിട്ട് അവിടുന്ന് ഓരോ വീട്ടിലേക്കും കൊച്ചു കണക്ഷൻ കൊടുക്കുക, ഓരോ ചെറിയ മീറ്ററും വെച്ചേക്കുക. അത്രമാത്രം അവർ ഡെവലപ്ഡ് ആണ്. ആ പട്ടണങ്ങളിലാണ് ഈ വലിയ അപകടമുണ്ടായത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പല വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നിരിക്കാം, അവധി ദിവസമായിരുന്നു. ഏതായാലും അനേക വീടുകളിൽ തീ കത്തുന്നുണ്ടായിരുന്നിരിക്കും. പക്ഷെ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായില്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹാകരുണയാണ്. ഞാനത് ഈ വിവരം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ വേദനയായി. ഞാൻ അന്നേരം അവിടെ നിന്ന സഹോദരന്മാർ പറയുകയും ചെയ്തു, അയ്യോ അവിടെ ഇങ്ങനെയൊക്കെയാ, അങ്കലേശ്വരിലും അഹമ്മദാബാദിന്റെ പല ഭാഗങ്ങളിലും എല്ലാം ഇങ്ങനെയാണ് കുക്കിംഗ് ഗ്യാസ്. അയ്യോ അവിടെ തീ പിടിക്കും. പണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ അപകടം, ഈ ഭൂമിയിൽക്ക് ഉണ്ടായിക്കഴിഞ്ഞ് ആഴ്ചകളോളം തീ കത്തി, അങ്ങനെയാണ് കൂടുതൽ ആളുകൾ മരിച്ചു പോയത്. അയ്യോ ഇനി ഗുജറാത്തിൽ എന്തായിരിക്കും സമയം, വളരെ വേദനിച്ചു. പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെന്നുള്ളത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. സ്തോത്രം. പ്രിയപ്പെട്ട, നമ്മൾ ഈ ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് ഇവിടെ നമുക്ക് എന്നെന്നും ദീർഘകാലം ഇവിടെ വലിയ ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കി ഈസങ്ങൾ സ്വപ്നം കാണുന്ന വലിയ പർദീസ ഈ ഭൂമിയിൽ പണിയാൻ ഒക്കുകയില്ല. ഭൂമിക്ക് അതിനുള്ള ശേഷിയില്ല. പൊട്ടിപ്പിളർന്ന് ആടി കുലുങ്ങി ഒരു പരുവത്തിന് ഇങ്ങനെ പോവുക ഇത്. സ്തോത്രം. എന്നാൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ, സ്തോത്രം, ഈ അൺസർട്ടനിറ്റിയിലേക്ക് തള്ളിക്കളയല്ല. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു കരുതലുണ്ട്. ഇത് ഇളക്കമുള്ളതാണ്, എന്നാൽ ഇളകാത്ത രാജ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്തോത്രം. ഹല്ലേലൂയ. ആട്ടെ, അപ്പോൾ ഭൂമി ഇങ്ങനെ അനേക അധപ്പതനങ്ങൾക്ക് വിധേയപ്പെട്ടു. അപ്പോൾ സ്വർഗതുല്യമായിട്ടാണ് ഭൂമി സൃഷ്ടിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഇതിന്റെ ഗതി ഇതാണ്, ഏതാണ്ട് ഇതുപോലെയുള്ള സ്വർഗം എന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ചുരുക്കമായ വിശദീകരണം പറഞ്ഞത്. കൂടുതൽ വിശദീകരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഏതൻ ഉണ്ടായിരുന്ന അതും ഭൂമിയുടെ ആ വാക്യം കൂടെ ഞാൻ കാണിച്ചു തന്നേക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 31-ാം അധ്യായം. യെഹെസ്കേലിന്റെ പുസ്തകം 31-ാം അധ്യായം 16-ാമത്തെ വാക്യം വരെ വായിച്ചോളൂ. ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. വായിച്ചോളൂ. ഏതെങ്കിലും സകല
വൃക്ഷങ്ങളും ലബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. കേട്ടോ, അവയും അതിനോട് കൂടെ വാളാൽ നിന്ദന്മാരായവരുടെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയി. അതിന്റെ തുണയായി അതിന്റെ നിഴലിൽ ജാതികളുടെ മധ്യേ പാർത്തവർ തന്നെ. അതിന് നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏതനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു. എന്നാൽ നീ ഏതനിലെ വൃക്ഷങ്ങളോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങി പോകേണ്ടി വരും. നോക്കണേ, താങ്ക് യു. അപ്പോൾ അന്ന് ആദമിനെ സൃഷ്ടിച്ച് ഹവ്വയെ സൃഷ്ടിച്ചാക്കി ആ ഏദൻ ഇന്ന് ഭൂമിയുടെ മുഖത്ത് ഇല്ല. സ്തോത്രം. ഭൂമിയുടെ അധോഭാഗത്ത് വിശ്രമം പ്രാപിച്ചു എന്ന്. അപ്പോൾ ഭൂമിയുടെ ആ ആദ്യത്തെ ഗ്ലോറി നമുക്കിന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്ര മനോഹരമായിരുന്നു. സ്വർഗതുല്യമായ സ്വർഗം കൊട്ടാരമാണെങ്കിൽ ഇത് അതിന്റെ തോട്ടമായി. ദൈവം അങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, മനോഹരമായി സൃഷ്ടിച്ച ഭൂമി. അപ്പോൾ സ്വർഗം നമ്മൾ ചിന്തിച്ചു വന്ന ആ തോട്ട് സ്ട്രീം മറക്കല്ലേ. സ്വർഗം ആദിയിൽ സൃഷ്ടിച്ചെങ്കിൽ അനാദിയിൽ ദൈവം എവിടായിരുന്നു എന്ന് ചോദിക്കും. ദൈവത്തിന് നിലനിൽക്കാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. പിന്നെ സ്വർഗം എന്തിനാ സൃഷ്ടിച്ചത്? സ്വർഗം ദൈവത്തിന്റെ വാസസ്ഥലമാണെന്ന് പറയുന്നുണ്ടല്ലോ. വായിച്ചാട്ടെ, രാജാക്കന്മാരെ 1-ാം പുസ്തകം 8-ാം അധ്യായം 27-ാമത്തെ വാക്യം. ശലോമോന്റെ പ്രാർത്ഥനയാണ്. 1 രാജ 8:27. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുന്നവനല്ല ദൈവം. The whole heavens cannot contain God. But at the same time, in the same chapter, again we read that heaven is the abode of God. Why don't you read, please, verse 30. കേട്ടോ, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ. അഗെയിൻ അതിന്റെ 39-ാമത്തെ വാക്യം കണ്ടേ താഴെ. അപ്പൊ നോക്കണേ, അപ്പൊ വാസസ്ഥലമായ സ്വർഗമെന്നും പറയുന്നു, സ്വർഗത്തിലും സ്വർഗാസ്വർഗത്തിലും അടങ്ങുകയില്ലെന്നും പറയുന്നു. അപ്പൊ ഇതെങ്ങനെ ശരിയാകും? അപ്പൊ സ്വർഗത്തിന്റെ ഉപയോഗം എന്താ? സ്വർഗം ദൈവത്തിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് എന്താ? കേട്ട് പറയാം. അതായത് സ്വർഗത്തിന് നമ്മളൊരു നിർവചനം പറഞ്ഞാൽ ദൈവത്തിന്റെ വാസസ്ഥലമാണ് എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, അതുപോലെ നമുക്ക് എടുക്കാം. പക്ഷേ അവിടെ ഒതുങ്ങുന്നവനല്ല ദൈവം എന്ന കാര്യം നമ്മൾ മറക്കരുത്. ദൈവം സർവവ്യാപിയാ. എല്ലാവരും ശ്രദ്ധിക്കണേ, ദൈവം സർവവ്യാപിയാ. എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, പാതാളത്തിൽ പിശാച് വാഴുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ല, പാതാളത്തിൽ നരകത്തിലും പിശാച് വാഴുകയല്ല. അവിടെ അവൻ ശിക്ഷ അനുഭവിക്കുക. അതവന്റെ കാരാഗ്രഹമാണ്, അവനുവേണ്ടി ഒരുക്കിയ കാരാഗ്രഹമാണ്. അവിടെയും ആരെങ്കിലും വാഴുന്നെങ്കിൽ അത് ദൈവമാണ്. അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. 139-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ പാതാളത്തിൽ എന്നെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. അപ്പോൾ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം പാതാളത്തിലുമുണ്ട്. 8-ാം വാക്യമാണ് വായിച്ചേര്. നോക്കണേ, പാതാളത്തിന് കിടക്ക വിരിച്ചാൽ നീ അവിടെ. അപ്പോൾ ദൈവം സർവവ്യാപിയാണ്. സർവവ്യാപിയായ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. നരകത്തിൽ പിശാച് ശിക്ഷ അനുഭവിക്കുകയാണ്, പീഡ അനുഭവിക്കുക, വാഴുകയല്ല. അവിടെയും വാഴുന്നവൻ ദൈവമാണ്. വാഴുന്നവൻ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ സർവവ്യാപിയായ ദൈവം തന്റെ സാന്നിധ്യം എല്ലായിടത്തും എല്ലായ്പ്പോഴും വെളിപ്പെടുത്തുന്നില്ല. ദൈവം സർവവ്യാപിയാണെങ്കിലും തന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും എല്ലായിടത്തും വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ എല്ലായ്പ്പോഴും തന്റെ സാന്നിധ്യം ഒരു പ്രത്യേകമായ നിലയിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ച് സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ്
സ്വർഗം. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം. God is omnipresent, present everywhere. Though he is present everywhere, God does not manifest, reveal his presence everywhere at all times. But God has created and chosen a special place where it has pleased his heart to reveal his presence always in a special way. ഒരു പ്രത്യേക നിലയിൽ, സിംഹാസനത്തിൽ ഉപവിഷ്ടൻ എന്ന നിലയിൽ, സ്തോത്രം, തന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. സ്തോത്രം. വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണം വേണ്ടി പറയാം. ഉദാഹരണം പറഞ്ഞാൽ, വയറിങ് ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് ഈ പുറത്തുള്ള കോളിംഗ് ബെൽ അടിക്കുന്നതിൻ്റെ ആ പോയിന്റിൽ അവിടെ കോൺഡ്യൂട്ട് വയറിങ് അകത്തൂടി ഇങ്ങനെ പൈപ്പിനകത്തൂടെ എല്ലാം വയർ ചെയ്തിരിക്കുക. ഒത്തിരിയും വയറെല്ലാം ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്തെല്ലാം കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൂടെ എല്ലാം കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിലും കറണ്ടിന്റെ സാന്നിധ്യം എല്ലായിടത്തും വെളിപ്പെടുന്നില്ല. എന്നാൽ ആ കോളിംഗ് ബെൽ അടിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ചുവന്ന ഇൻഡിക്കേറ്റർ നമ്മൾ വെക്കും. ചുവന്നൊരു ലൈറ്റ്. മനസ്സിലായില്ലേ? രാത്രിയിലെങ്ങാണാ വരുന്നെങ്കിൽ അതൊന്ന് കാണാനും കൂടെ വേണ്ടിയാന്ന് വെക്കാമായിരിക്കാം. ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്റർ എപ്പോഴും കത്തി നിൽക്കുക. അപ്പോൾ ഈ വയറിനകത്തൂടെ എല്ലാം കറണ്ട് ഉണ്ടെങ്കിലും കറണ്ട് ഉണ്ടെന്നുള്ളത് എല്ലായിടത്തും വെളിപ്പെടുന്നില്ല. ഉദാഹരണമാകട്ടെ, വെറും ഉദാഹരണം. എന്നാൽ എപ്പോഴും കറണ്ടിന്റെ സാന്നിധ്യം വെളിപ്പെടാനായി ഒരു പോയിന്റ് അവിടെ സിലക്ട് ഔട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഏതാണ്ട് ഇതുപോലെ, സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്ന, സൃഷ്ടിച്ചിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗവും ഭൂമിയും ഒന്നിച്ച് സൃഷ്ടിച്ചു. അപ്പോൾ നോക്കണേ, അനാദിയിലെ നിർണയത്തിന്റെ നിവൃത്തീകരണത്തിലുള്ള ആദ്യത്തെ പടിയാണ് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. തന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ, സ്തോത്രം, ദൂതന്മാർക്കും നമുക്കും തന്റെ സാന്നിധ്യം വെളിപ്പെടുത്താനായി ദൈവം പ്രസാദിച്ച് സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത സ്ഥലം. സ്തോത്രം. സ്വർഗത്തോടൊപ്പം ദൂതന്മാരെ സൃഷ്ടിച്ചു, സേവകാത്മാക്കളായി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സേവകാത്മാക്കളായി ദൂതന്മാരെ തിരഞ്ഞെടുത്തു, സൃഷ്ടിച്ചു. തിരഞ്ഞെടുത്തുന്നല്ല, സൃഷ്ടിച്ചു. ഈ ദൂതന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏഞ്ചലോളജി ഒരു നല്ല പഠനശാഖയാണ്. ഇച്ചിരി കാര്യങ്ങളെന്ന് പറയാം. ഏഞ്ചലോളജി നല്ല രസകരമായ പഠനമാണ്. അതിൽ നമ്മൾ വിചാരിക്കരുത് താറാങ്കൂട്ടം നടക്കുന്ന പോലെ ഇങ്ങനെ ദൂതന്മാർ ഇങ്ങനെ നടക്കുക, അങ്ങനല്ല. അത് വളരെ ഓർഡർലിയാണ്, വളരെ ഓർഡർലിയാണ്. പല ദൂത സമൂഹങ്ങളുണ്ട്. 5 ദൂത സമൂഹങ്ങളുടെ പേര് തന്നെ പുസ്തകത്തിലുണ്ട്. ചിലർ പറയുന്ന, ചിലത് 6 ഉണ്ടെന്ന്. കുറഞ്ഞത് 5 ഉണ്ട്. കെരൂബുകൾ, സാറാഫുകൾ, രഥങ്ങൾ, ഒരു അതിനകത്ത് റെഫറൻസ് ഉണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ. കുറഞ്ഞത് 5 specific orders of angels are revealed in the scriptures. Cherubim, seraphim, chariots, principalities, powers. 5 ദൂത സമൂഹങ്ങളുടെ എങ്കിലും പേര് സഹിതം തിരുവെഴുത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ദൈവ സാന്നിധ്യവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ദൂത സമൂഹമാണ് കെരൂബുകൾ, ചെറുബീം. കെരൂബുകൾ. ആ കെരൂബ് വംശത്തിന്റെ നേതാവായിരുന്നു ലൂസിഫർ. ലൂസിഫർ. ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം സൺ ഓഫ് ദ മോർണിംഗ് എന്ന, അരുണ ഉദയപുത്രൻ, സൂര്യോദയത്തിന്റെ മകൻ. സൂര്യോദയത്തിന്റെ മകൻ. അവൻ സൗന്ദര്യത്തിടമ്പായിരുന്നു. അവൻ മാതൃകാ മുദ്രയായിരുന്നു. അവന്റെ പദവികളെ കുറിച്ച്
അവന്റെ അവസ്ഥയെക്കുറിച്ച് തിരുവെഴുത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകം 14 അധ്യായത്തിലും യെഹെസ്കേൽ പ്രവാചക പുസ്തകം 28 അധ്യായത്തിലും ഇത് സംബന്ധമായി നമുക്ക് വിശദീകരണം കാണാൻ കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 14 അധ്യായം അതിന്റെ 12 വാക്യം മുതൽ ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശരൂപത്തിനടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നത് നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുടിക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ഭക്തന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലേ ഒന്ന് നിരൂപിക്കും. നോക്കണേ, ഇത് അതിനെ ലൂസിഫറിനെ സംബന്ധിച്ചുള്ള അരുണ ഉദയപുത്രൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ലൂസിഫർ എന്നാണ് അവിടെ, അവന്റെ വീഴ്ചയെ സംബന്ധിച്ച് അവിടെ ഉണ്ട്. ഇനി യെഹെസ്കേൽ 28 അധ്യായം എടുത്താട്ട് അതിന്റെ 11 മുതൽ വായിക്കുമ്പോൾ മനുഷ്യപുത്ര നീ തോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായി ഏതനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള കടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറവ് വിടർത്തി മറയ്ക്കുന്ന തെരുവാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതിയോടെ കണ്ടതുവരെ നീ നടന്നു നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന തെരുവേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യത്തിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജകന്മാർ നിന്നെ കണ്ട് രസിച്ച തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. മതിയല്ലോ. ഇതാണ് അടുത്തത്. ഇനി ചിലർ അതിനെക്കുറിച്ചൊക്കെ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അതെല്ലാം വിശദീകരിച്ച് പോകാം. ഇതിന്റെ കൂടെ വരണേ, സമയം വളരെ കടന്നു പോയിട്ടുണ്ട്. എന്നാലും അല്പം ശ്രദ്ധിക്കുക. അതായത് സോർ രാജാവിനെ കുറിച്ചല്ലേ അവിടെ പറഞ്ഞേക്കുന്നതെന്ന് ചോദിക്കും. ലൂസിഫറിനെ കുറിച്ചല്ല. എന്നാൽ താഴെ നമ്മൾ കണ്ടല്ലോ, മറയ്ക്കുന്ന കെരൂബേ താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മേളത്തെ പാസേജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മറയ്ക്കുന്ന കെരൂബ് തന്നെയാണ് അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് കാണാം. മാത്രമല്ല ഈ യെഹെസ്കേൽ പുസ്തകം 26 അധ്യായം മുതലേ നമുക്ക് സോറിനെ കുറിച്ചുള്ള പ്രവചനം കാണാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിയാലും മതി. സോറിനെ കുറിച്ചുള്ള പ്രവചനം വരുമ്പോൾ അതിന്റെ സോർ അതിന്റെ വ്യാപാരം, അതിന്റെ കൊമേഴ്ഷ്യൽ പവർ ഓഫ് ടൈം, അതിനെയാണ് 27 അധ്യായത്തിൽ കാണുന്നത്. അവിടെ 27 അധ്യായത്തിൽ വായിച്ചോ അതിന്റെ 2-ാം വാക്യം. ഒരു വിലാപം തുടങ്ങി സോറിനോട് പറയേണ്ടത്, തുറമുഖങ്ങളിൽ പാർക്കുന്നതോടും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവ യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരെ ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു നീ പറഞ്ഞിരിക്കുന്നു. താഴോട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ അതിന്റെ കൊമേഴ്ഷ്യൽ പവറാണ് അവിടെ. ഇനി അതിന്റെ താഴോട്ട് വരുമ്പോൾ 28 അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചേ. സോർ പ്രഭുവിനോട് പറയേണ്ടത്. ഇനി 11-ാം വാക്യം, നീ രാജാവിനെ കുറിച്ച് പറയണം. അവിടെ വലിയ വാണിജ്യപരമായി വലിയ അധികാരത്തോടെ വലിയ സമ്പത്തോടുകൂടി Tyre was a powerful commercial port. It was a very rich port. അതിന് 2 തുറമുഖങ്ങൾ അന്നുണ്ടായിരുന്നു ഇവിടെ. ഒന്ന് മെയിൻലാൻഡിലും അടുത്തത് ദ്വീപിലും ഉണ്ടായിരുന്നു. വലിയ ശക്തിയോടെ വലിയ വാണിജ്യം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വളരെ അധപ്പതനത്തിലേക്ക് പോയി. അതിനെക്കുറിച്ച് വിലപിക്കാൻ പറയുക. അത് കഴിഞ്ഞ് ആ പ്രഭുവിനെ കുറിച്ച് വിലപിക്കാൻ പറയും. പ്രഭുവാണ് യഥാർത്ഥത്തിൽ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ രാജാവിനെ കുറിച്ച് വിലപിക്കാം. അപ്പോൾ അവിടെ പ്രഭുവായി ഭരിച്ചിരുന്ന പുറമേ കാണുന്ന മനുഷ്യനായ രാജാവ് വെറും ഒരു പ്രഭുവാ. ശരിക്കും അതിന്റെ രാജാവെന്ന് പറയുന്നത് ആരാ? ലൂസിഫറാ. മനസ്സിലായല്ലോ? സ്തോത്രം. കാണിച്ചുതരാം. അതിന്റെ 28 2-ാം വാക്യം 1-2 ചേർത്തൊന്ന് വായിച്ചേ.
വായിച്ചോ. ആ നോക്കണേ, നീ മനുഷ്യനായിരിക്കുക, നീ ആരാന്ന് പറയുക? ദൈവമാണെന്ന്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇതിന്റെ ഒരു കൗണ്ടർ പാർട്ട് നമുക്ക് മറ്റൊരു ചിത്രം കാണാം. ബാബേലിലേക്ക് പിന്നെ ഈ പദവി മാറുന്നത് കാണാം. വെളിപ്പാട് 18 ബാബേലിന് പദവി വന്നിട്ട് അവിടെ എതിർ ക്രിസ്തു മനുഷ്യനായിരിക്കെ തന്നെ ദൈവമാണെന്നുള്ള നിലയിൽ അവിടെ അവതരിക്കുക. 26-ാം അധ്യായത്തിൽ ഇവന്റെ വീഴ്ചയെങ്കിൽ വംശങ്ങളും ജാതികളും രാജ്യങ്ങളും വിലപിക്കുന്നത് പോലെ വെളിപ്പാട് 18 ബാബേലിന്റെ വീഴ്ചയെങ്കിൽ എല്ലാവരും വിലപിക്കുന്നത് കാണാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിക്കോളൂ. താരതമ്യം ചെയ്തു. സമയം കുറവായതുകൊണ്ട് കൂടുതൽ വാക്യങ്ങൾ വായിക്കാൻ സമയം എടുക്കാത്തത് കൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിച്ചാൽ 27-ാം അധ്യായം യെഹെസ്കേൽ 27-ാം അധ്യായത്തിലെ ആ നിലവിളി പോലെ തന്നെ കാണാം. 27-ന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ഒരു ചെറിയൊരു സാമ്പിൾ മാത്രം വായിച്ചു കേൾപ്പിക്കാം. കേട്ടോ, ഇനി വെളിപ്പാട് 18 എടുത്തോളൂ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ബാബേലിനെ കുറിച്ച് ഇതേപോലെ അവർ നിലവിളിക്കും നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 19-ാം വാക്യം വായിച്ചാൽ നേരം പോകുന്നുണ്ട്. 19 വായിച്ചു, അല്ലെ 10 വായിച്ചു, 10-ാം വാക്യം വായിച്ചു. പൊന്നുവെള്ളി മതി നേരം പോയല്ലോ. ഈ നിങ്ങൾ ഈ 27-ാം അധ്യായം വായിച്ചു, യെഹെസ്കേൽ 27. ഇത് തന്നെ അതിന്റെ മറ്റൊരു ചിത്രം കാണാം. അപ്പോൾ സോരിന് സംഭവിച്ചത് പിന്നെ എവിടെ സംഭവിക്കും? ബാബേലിൽ സംഭവിക്കും. അപ്പോൾ അന്ന് പ്രാചീന കാലത്ത് സോരിൽ അധിപതിയായിരുന്ന അതേ പിശാച് ബാബേലിൽ അധിപതിയാവും. സോരിൽ ഒരു മനുഷ്യൻ രാജാവായി, അവൻ ഞാൻ ദൈവമാണെന്നുള്ള മറ്റൊരു വന്നു. ഒടുവിൽ ബാബേലിൽ വരുമ്പോൾ എതിർ ക്രിസ്തു താൻ മനുഷ്യനായിരിക്കെ തന്നെ ദൈവമാണെന്ന് അവിടെ അഭിനയിക്കും. സ്തോത്രം. അപ്പോൾ അവൻ വെറും പ്രഭുവാണ്. യഥാർത്ഥത്തിൽ രാജാവെന്ന് പറയുന്നത് ആരാ? ലൂസിഫർ. അതുകൊണ്ടാണ് സോർ രാജാവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ന് യെഹെസ്കേൽ പ്രവാചകൻ ഈ പുസ്തകം ഈ പ്രവചനം എഴുതുമ്പോൾ അവിടെ സോരിൽ ഭരണം നടത്തിയിരിക്കുന്ന ആളിന്റെ പേര് ഈത്തോബാൽ ദ സെക്കൻഡ് എന്നായിരുന്നു. ഈത്തോബാൽ ദ സെക്കൻഡ് എന്ന് പറയുന്ന ആളാണെന്ന് ഈ ടയറിൽ സോരിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. ഭയങ്കര വലിയ അധികാരത്തോടെ ഭരണം നടത്തിയിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, നീ വെറും പ്രഭുവാ, നിന്റെ മേളിൽ ഒരു രാജാവുണ്ട്. അവൻ ആരാ? ലൂസിഫർ. മനസ്സിലായല്ലോ? ടയർ ലെബനൻ, സിറിയയുടെ അങ്ങേ സൈഡാണ്. കറക്റ്റ്. ഇന്നിപ്പോ ഒത്തിരി ബൗണ്ടറീസ് ഒക്കെ മാറിയിട്ടുണ്ട്. ലെബനന്റെയാണ് ഇറാഖില്. അത് ഇച്ചിരി പിന്നെ ഷിഫ്റ്റ് ചെയ്യും. അവന്റെ അവിടുത്തെ ആസ്ഥാനം പണ്ടത്തെ പൊളിഞ്ഞു, അവനെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അത് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ കൂടുതൽ പഠിക്കാം. യെഹെസ്കേലും ദാനിയേലും വെളിപ്പാടും കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം. വിൽ ബി അമേസ്ഡ്. ഇന്നത്തെ വേൾഡ് ഇവന്റ്സ് കൂടെ ചേർത്ത് പഠിക്കാറുണ്ടല്ലോ. അത്ഭുതപ്പെട്ടു പോകും. ഇത്ര കൃത്യമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കും. കർത്താവിന്റെ വരവ് വളരെ അടുത്തു കേട്ടോ. വളരെ 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 അടുത്തു. നമ്മൾ ഈ നാട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒന്നുകൂടി നേരെ അറിയാം. പിന്നെ വേറൊരു കുഴപ്പമാണ് ഇവിടുത്തെ ന്യൂസ് എല്ലാം സ്ക്രീൻഡ് ആൻഡ് സെൻസേർഡാ. അതുകൊണ്ട് നമുക്കധികം വിവരങ്ങൾ ഇവിടെ ആയിരിക്കും പറ്റില്ല അറിയാൻ ഒക്കെ. എന്നാലും നിങ്ങൾ ആ നിർണായകമായ സ്ഥലത്ത് തന്നെയാ പാർക്കുന്നത്. സ്തോത്രം. എപ്പോഴും ഒരുങ്ങിയിരുന്നോണം. നമ്മളിവിടെ വെറും അന്യരും പരമേശ്വരനും. അത് അബുദാബിക്കാരല്ലെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഈ ഭൂമിയിലെ നാട്ടിൽ വന്നാലും നമ്മൾ ആരാ? അന്യരും പരമേശ്വരനും. ഇവിടെ നിലനിൽക്കുന്ന നഗരം നമുക്കില്ല. പേടിക്കല്ലേ കേട്ടോ. മൂക്കിലെ ഒരു ശ്വാസത്തിന്റെ അപ്പുറത്ത് നിത്യതയാണ്. Death is but a breath away. ആ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ദൈവവേദന പേടിക്കണ്ട.
കാരണം പാസ്റ്റ് ദാറ്റ് ബ്രത്ത് ഐ ആം ഇൻ ദി പ്രസൻസ് ഓഫ് ഗാഡ്. നിങ്ങൾ ഈ വഴിയിൽ വെച്ച് അവരോട് നിരന്നിട്ടുണ്ടേ? സ്തോത്രം. എനിക്കതൊക്കെ കൂടുതൽ വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ മുമ്പോട്ട് പൊക്കോട്ടെ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി പേര് വിമർശനം പറയുന്നതുകൊണ്ട് ഞാനെന്റെ വിശദീകരണം പറഞ്ഞു. ഇനി താഴോട്ട് ഈ ലൂസിഫറിന്റെ ചിത്രം, ചിറക് വിടർത്ത് പറയ്ക്കുന്ന കെരൂബ. അപ്പോൾ അനാദില നിർണയത്തിന് നിവൃത്തീകരണത്തിന്റെ അടുത്ത പടിയാണ് ലൂസിഫറിന്റെ മത്സരം ദൈവം അനുവദിച്ചത്. പറയാം, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ 22-ാം വാക്യത്തിൽ മരണവും സഭയ്ക്ക് വേണ്ടിയാണെന്ന് വായിച്ചു ഓർക്കുന്നു. ഒന്നുകൂടെ വേണേ വായിച്ചത് മറക്കല്ലേ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ 1 കൊരിന്ത്യർ 3:22. ഇത്ര സമയം എടുക്കല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിക്കേണ്ടത് വെക്കൂ. കേട്ടോ, നോക്കണേ, സകലവും. ആ കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട്? മരണമുണ്ട്, ഇപ്പോഴുള്ളതും ഒരുപാട്. ഇതെല്ലാം സഭയ്ക്ക് വേണ്ടിയാ. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചായിരുന്നല്ലോ, സഭയ്ക്ക് വേണ്ടിയാ. അപ്പോൾ ഈ നിത്യതയിലെ അനാദിയിലെ കാര്യപരിപാടി നിവർത്തീകരിക്കുന്നതിന് അടുത്ത പടിയാണ് ലൂസിഫറിന്റെ മത്സരം ദൈവം അനുവദിച്ചു. ഇനി ലൂസിഫർ ആരായിരുന്നു? ഇവിടെ ഉണ്ടല്ലോ, ചിറക് വിടർത്ത് പറയ്ക്കുന്ന രൂപ. മറ്റ് ദൂതന്മാർക്കെല്ലാം ആത്മശരീരം മാത്രമുള്ളപ്പോൾ ദൈവം ഇവനൊരു സ്ഥൂല ശരീരം കൽപ്പിച്ചു കൊടുത്തു. നവരത്ന ഖച്ചിതമായ ഒരു സ്ഥൂല ശരീരം. നമ്മൾ വായിച്ചുള്ള പീതരത്നം, മാണിക്യം, മരതം, ഗോമേതം. I have to use English also, sorry. See, when all the other angelic beings have only spirit bodies, God accorded him a corporeal, tangible body made up of jewels. രത്നങ്ങൾ കൊണ്ടുള്ള നവരത്ന ഖച്ചിതമായ ഒരു കോർപ്പോറിയൽ ബോഡി ദൈവം ഇവന് കൽപ്പിച്ചു കൊടുത്തു. But all the other angels had only spirit bodies. പറയാം ഇച്ചിരി മുമ്പോട്ട് പോകട്ടെ. കാര്യം വലിയ നമുക്കൊരു പാഠമാകാനാ ചോദിച്ചുകൊണ്ട് ഒരുപാട്. ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പേ ആളെന്ന് ധനിച്ചാൽ ആ ഉത്തരം പറഞ്ഞില്ലായിരുന്നെന്ന് വരരുത്. അതുകൊണ്ട് അല്ല, ഐ എക്സ്പെക്ട് ദ ട്രംപറ്റ് കോൾ എവറി മോമെന്റ്. ഐ ഡു എക്സ്പെക്ട് ഇറ്റ്. യെസ്, ഐ എം സീരിയസ്. We should not take things for a joke. We should be ready any moment, but at the same time we should be ready even though the coming of the Lord delays another century. I am ready. We should be ready like that. അല്ല, ഒരു വെപ്രാളം കാണിക്കുന്നതല്ല റെഡിനെസ് എന്ന് പറയുന്നത്. അതല്ല, അത് വേറൊരു സമയത്താണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പൊ ഒന്നാമത്തെ ഇവന്റെ പദവി, ഒന്നാമത് ഇവന് കൊടുത്തിരുന്ന അഡീഷണൽ ഒരു എക്സ്ട്രാ പ്രിവിലേജ്. He was accorded a corporeal body, tangible, touchable body, studded with jewels, made up of gold. അടുത്തത്, he was given the special privilege of spreading his wings to cover the throne of God. The very throne of God up in heaven. He was accorded that privilege of covering it, spreading his wings. ചിറക് വിടർത്ത് മറയ്ക്കുന്ന ശരീരം. Third, അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു. He was a perfection of the handiwork of God, the workmanship of God. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഇത്ര സൗന്ദര്യപൂർണനായി വായിച്ചില്ലേ നമ്മള്? Not only that, wisdom, ജ്ഞാന സമ്പൂർണനായിരുന്നു. He was a paragon of beauty. And he was the embodiment of all knowledge, acumen. അതുപോലെ ആരെങ്കിലും ഉണ്ടോ? ജ്ഞാന സമ്പൂർണൻ, സൗന്ദര്യ ത്രിഡംബം, എല്ലാ നിലയിലും. മാത്രമാണോ? He was given the special privilege of moving among all other angelic orders. When each angelic order was allowed only to move in their circles, this cherub, he was given the special privilege of moving around among all other angelic groups. അതാണ് നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ ഉലാവിയിരുന്നു. രഥങ്ങൾ ഇതുവരെ ദൂരസമുദ്രയുടെ കൂടെ മൂപ്പര കയറി ഇറങ്ങി നടക്കും. He could move around freely among all angelic orders. That's why he could win away, rather deceive
and caused to fall together with him angels belonging to the orders of principalities and powers. വാഴ്ചകളും അധികാരങ്ങളും എന്ന കൂട്ടത്തിൽ നിന്ന് ഇവൻ ദൂതന്മാരെ വീഴിച്ചു. അതുകൊണ്ടാണ് വീണ് പോയ കൂട്ടത്തിലും ആരുണ്ട്? വാഴ്ചകളും അധികാരങ്ങളും. അതാണ് എഫേസ്യരുടെ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തിനോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പോൾ വീണുപോയ ദൂതന്മാരുടെ കൂട്ടത്തിൽ ആരുണ്ട്? വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എഫേസ്യർ 3:9 മുതൽ നമ്മൾ വായിച്ച ഭാഗത്തുണ്ട് സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിയായി വരും. അപ്പോൾ ഇന്ന് സ്വർഗത്തിലെ ദൂതന്മാരുടെ കൂട്ടത്തിലും ആരുണ്ട്? വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. വീണുപോയ കൂട്ടത്തിലും ആരുണ്ട്? വാഴ്ചകളും അധികാരങ്ങളും. Why? Because he could move freely among all other angelic orders and influence them. അപ്പോൾ അടുത്തൊരു പദവി, ഒന്നാമത്തെ പദവി നമ്മൾ കണ്ടു. He had a corporeal body studded with jewels. He was the paragon of perfection in beauty, in knowledge. And he was given the special privilege of spreading out his wings to cover the throne of God as a beautiful canopy. Then again, he was given the special privilege of freely moving about through all angelic groups, whichever they were. അങ്ങനെ ഒത്തിരി പദവികൾ, ഇത്രയും പദവികളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ he felt himself too important to remain subservient. ഇനി ഞാൻ കീഴെ ഇരിക്കേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ കാണുന്നത്. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം 16-ാം വാക്യം. കേട്ടോ, അവൻ പാപം ചെയ്യുന്നതിന്റെ കാരണം എന്താ? നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം. ബിക്കോസ് ഓഫ് ദ മൾട്ടിറ്റ്യൂഡിനെസ് ഓഫ് ഹിസ് ബിസിനസ്, ബിക്കോസ് ഹി ഹാഡ് ടു ഡു സോ മെനി തിങ്സ്, ഹി ഫെൽറ്റ് ഹിംസെൽഫ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒത്തിരി പ്രധാനിയായി തോന്നി. ബിക്കോസ് ഹി ഹാഡ് ടു ഡു വെരി മെനി തിങ്സ്. നമുക്കും ഉണ്ടാകുമല്ലേ, നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ടല്ലോ, ഞാൻ പോയ ആ പ്രളയം. കേട്ടിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യാനും ഞാൻ വേണം, ആ കമ്മിറ്റിക്ക് ഞാൻ വേണം, ഈ കൗൺസിലിൽ ഞാൻ വേണം, അവിടെ ഞാൻ വേണം, അതിന് ഞാൻ വേണം, ഞാൻ പോയ പ്രളയം. എവറിഥിങ് ഹിഞ്ചസ് ഓൺ മീ, മൈ പേഴ്സൺ, ഐ ഷുഡ് ബി ദേർ. ഇഫ് ഐ ഗോ എവറിഥിങ് കൊളാപ്സസ്, ദ ഹോൾ വേൾഡ് റൊട്ടേറ്റ്സ് ഓൺ മൈ ഷോൾഡർ എന്നുള്ളൊരു ചിന്ത. പണ്ടൊരു വല്യമ്മയുടെ കാര്യം കേട്ടിട്ടുണ്ടല്ലോ. വല്യമ്മ പണ്ട് തീപ്പെട്ടിയൊക്കെ കുറവായിരുന്ന കാലത്ത് തീ മേടിക്കും. വല്യമ്മയുടെ നെരിപ്പോട്ടിൽ നിന്ന് ആളുകൾ വന്ന് രാവിലെ വന്ന് തീ മേടിച്ചോണ്ട് പോകും. വല്യമ്മയ്ക്ക് ഒന്നും ഒരു പൂവൻകോഴി ഉണ്ടായിരിക്കും. വെളുപ്പിന് വല്യമ്മയുടെ പൂവൻകോഴി പോകുമ്പോഴാണ് നാട്ടാരൊക്കെ ഉണരുന്നത്. ഒരു ദിവസം അപ്പം വല്യമ്മയുടെ പൂവൻകോഴി പ്രസിദ്ധമാണ്, വല്യമ്മയുടെ നെരിപ്പോടും പ്രസിദ്ധമാണ്. പബ്ലിക് ബെനിഫിറ്റിന് വേണ്ടിയുള്ള ഇത് രണ്ടും. ഒരു ദിവസം വല്യമ്മയ്ക്കാണ്ട് മഹാദേഷ്യം വരത്തക്ക പരിപാടി ആരാണ്ട് വില്ലേജസ് ചെയ്തു. വല്യമ്മ ബിക്കെയിം വെരി ഇൻഫ്യൂരിയേറ്റഡ്. അവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെ ഇടന്നൊക്കെ ഉറക്കം വരുന്നില്ല. എന്നാലും എന്നോടോ പ്രതികാരം ചോദിക്കണം, എന്നാ പ്രതികാരം ചോദിക്കണം, ഓക്കെ ടേക്ക് റിവെഞ്ച്. ചേട്ടാ, എന്റെ കോഴി കൂവുമ്പോഴാണ് ഇവിടെ നേരം വെളുക്കുന്നത്. എന്റെ നെരിപ്പോട്ടിന് തീ കൊണ്ടുപോയി ഇവരെല്ലാം തീ പൂട്ടുന്നത്, തീ കത്തിക്കുന്നത്. ഇനി ഈ നാട്ടിൽ നേരവും വെളുക്കരുത്, ഇവര് തീയും കത്തിക്കരുത്. വല്യമ്മ പൂവൻകോഴിയെ പിടിച്ച് കക്ഷത്തിൽ വെച്ച് നെരുപ്പെടുത്ത് തലയിൽ വെച്ച് പുറപ്പെട്ടു പോയി. ഇതുപോലെയാ നമ്മുടെ പലരുടെയും ചിന്ത. ഞാൻ പോയാ പ്രളയം. ഇവനും ഇത് തന്നെ വിചാരിക്കും. ഇതിനൊക്കെ ആര് വേണം? ദൈവസിംഹാസനം മീതെ കാനപ്പി വിരിക്കണമെങ്കിൽ എന്റെ വിറക് വേണം. അഗ്നിമേരതങ്ങളുടെ മധ്യൊക്കെ ഉലാവി നടക്കാനാലും വേണമെങ്കിൽ അങ്ങനെ ഈയുള്ളവൻ വേണം. ഇവരൊക്കെ വെറും ആത്മശരീരങ്ങൾ മാത്രമായിരിക്കുമ്പോൾ എന്നെ പോലെ ഒരു നവരത്ന ഖചിതമായ ശരീരമുണ്ടോ? എന്നെ പോലെ സൗന്ദര്യമുണ്ടോ? എന്നെ പോലെ ജ്ഞാന സമ്പൂർണ്ണ മാതൃകാ മുദ്ര എന്നൊക്കെ പറയുന്നത്. The symbol of perfection. ഇത്രയങ്ങ് ആയപ്പോ ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. I should be equal to God. I should place my throne above the throne of God. ആംബിഷന്
മീൻസ് നിർത്തില്ലെന്ന. വൺസ് യു സ്റ്റെപ്പ് ഓൺ ദി ലാഡർ ഓഫ് ആംബിഷൻ, there is no stopping unless you reach the top, or you have to get off the ladder. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. ഈ ആദ്യം ഇവരുടെ ആഗ്രഹം ഞാൻ എത്തുന്നതിനോട് സമനാണ്. അത് കഴിഞ്ഞപ്പോൾ ഇല്ല, ഇച്ചിരി മേളി, എൻ്റെ സിംഹാസനം അവൻ്റെ സിംഹാസനത്തിന് മേളി വെക്കണം. ഇങ്ങനായി. അതായത് ഈ ആംബിഷൻ, ഉയരുക ഉയരുക ഉയരുക, വലുതാകുക എന്നൊരു ത്വരയുണ്ടായാൽ, യു ഡെവലപ്പ്, അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ അങ്ങ് ഉയർന്നുകൊണ്ടിരിക്കണമെന്ന് തോന്നും. ഒരു ഗോവണിയെ കയറിയ പോലെ ആണെന്ന. ഗോവണിയെ കയറിയാൽ നിലയിൽ നിൽക്കുകയല്ലല്ലോ, ഒന്നിൽ കയറി 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 അങ്ങ് കയറാവുന്നതിൻ്റെ അങ്ങ് മേളി ചെല്ലണം, അല്ലെ ഇങ്ങ് ഇറങ്ങിക്കോണം. ഇതുപോലെ ഇവനും ഭയങ്കര ആഗ്രഹമാണ്, അത്യുന്നതിനോട് സമനാണ്, പിന്നെ മേളി കയറണം. ഇവന് ദൈവത്തെക്കുറിച്ച് വലിയ വെളിപ്പാടില്ല, ഇവന് ദൈവത്തെക്കുറിച്ച് അറിയേണ്ട പോലെ അവൻ അറിഞ്ഞില്ല. ദൈവം അവനെ അശുദ്ധനെന്ന് എണ്ണി വിശുദ്ധ ദേവപർവ്വത്തിൽ നിന്നും പറഞ്ഞു. സ്തോത്രം. അപ്പോൾ പാപം എന്ന് പറയുന്നത് ഇവനിലാ ഉണ്ടായത്, ആരില്ല? He is the source of sin. He is the source of rebellion. എന്നെ കേൾക്കണേ. അതുകൊണ്ടാണ് എവിടെ പാപം കണ്ടാലും അത് എൻ്റെ ആണെന്നോ പറയും. അതുകൊണ്ട് ആ വേദപുസ്തകം അവനെ പാപത്തിന്റെ അപ്പനാന്ന് പറയുന്നു. Would you please read John's Gospel chapter 8 verse 44. John's Gospel chapter 8 verse 44. പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇരിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവന്റെ പറ്റിയുണ്ടായിക്കൊണ്ട് പറ്റത്തിൽ നിൽക്കുന്നുമില്ല. അവൻ പോസ്റ്റ് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോസ്റ്റ് പറയുന്നവരും അതിന്റെ അപ്പനാണ്. പോഷ്കും തിന്മയും ഒക്കെ ആരുടേതാണ്? അവൻ്റെതാണ്. He is the source, original source of all evil. ചില ചോദിക്കാറുണ്ട്, ദൈവമല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചത്, അപ്പൊ ദൈവമല്ലേ പാപവും സൃഷ്ടിച്ചത്? കേൾക്കുന്നുണ്ട്? ആമർഷ്യോളജി, പാപശാസ്ത്രം, അങ്ങനെ ആരെങ്കിലും മനസ്സിൽ സംശയം വരുന്നെങ്കിൽ പറയാം. കേട്ടെ. പാപം എന്ന് പറയുന്നതിന് അതിൻ്റെതായ ഒരു എൻറ്റിറ്റി ഇല്ല. ഉണ്ടോ? പാപത്തിന് സ്വയമായ അസ്തിത്വമുണ്ടോ? വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ രണ്ട് പദങ്ങൾ കാണാം. കേൾക്കണേ പ്ലീസ്. രണ്ട് പദങ്ങളുണ്ട്. സൃഷ്ടിച്ചു, ഉണ്ടാക്കി. രണ്ട് പദങ്ങളുണ്ട്. യെശയ്യാ 43 അധ്യായം 1 വാക്യം എന്നാണ് എൻ്റെ ഓർമ്മ. 44 1 വാക്യം. സോറി, അതിനേക്കാളും മെച്ചപ്പെട്ട 43 1 തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ശരി. 43 1. കണ്ടോ? രണ്ട് പദം കണ്ടോ? അടുത്ത എന്താ? നിർമ്മിച്ചവരും. മൂലകൃതിയിൽ എബ്രായ ഭാഷയിൽ ബാറ എന്നൊരു പദമുണ്ട്. ബാറ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുകയാണ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി വരിക. അതാണ് ബാറ. ഗോഡ് അലോൺ ക്യാൻ ഡു ദാറ്റ്. അതാ സൃഷ്ടിച്ചു. എന്നാൽ നിർമ്മിച്ചു എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് നിർമ്മാണം. മനസ്സിലായല്ലോ? ബാറയ്ക്ക് നോ റോ മെറ്റീരിയൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടേ? എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? അതിന് റോ മെറ്റീരിയൽ വേണ്ട ബാറായ്ക്ക്. അത് ദൈവം സൃഷ്ടിക്കുക. എന്നാൽ നിർമ്മിക്കുക എന്ന് പറയുന്നതിന് റോ മെറ്റീരിയൽ ഉണ്ട്. യാക്കോബായി അവനെ സൃഷ്ടിച്ചു. യാക്കോബ് എന്ന നിലയിലാണ് അവൻ സൃഷ്ടിച്ചപ്പോൾ ആരാണ്? യാക്കോബ. പിന്നെ ദൈവം അവനെ എന്തോ ചെയ്തു? പുനർസൃഷ്ടിച്ചാരാക്കി? ഇസ്രായേലാക്കി. ഉദാഹരണം പറഞ്ഞ ഒരു തടി, ഒരു മേശ ദൈവം ആ തടി സൃഷ്ടിച്ചു. ആ പ്ലാന്തടി ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് ആ പ്ലാന്തടി ഉപയോഗിച്ച് മേശ നിർമ്മിച്ചു. ഇതിൽ ആ സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ് ദൈവം ചെയ്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവം ചെയ്തതിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്, അതിന് സ്വയമായ അസ്തിത്വമുണ്ട്. ഇറ്റ് ഹാസ് ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി. എന്റെ കൂടെ ഉണ്ട് എല്ലാവരും? സൃഷ്ടിച്ചതിനൊക്കെ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ഉണ്ട്.
പാപത്തിന് ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ഇല്ല. പാപം കേൾക്കണേ, പറയാം. പാപം എന്ന് പറയുമ്പോൾ ലക്ഷ്യം തെറ്റുക എന്നതിന്റെ അർത്ഥം. ഹാമർഷ്യ, ലക്ഷ്യം തെറ്റുക. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയോ ആ ലക്ഷ്യം തെറ്റുന്നതാണ് പാപം. ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിനുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ആ ലക്ഷ്യം തെറ്റിയതാ പാപം. അവസ്ഥയാ. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല, പാപം അവസ്ഥയാ. സമയം പോയി, ബാക്കി നാളെ കാണാം. എന്നാലും ഞാൻ പറഞ്ഞത് ഇത്തിരി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നോക്കണേ, ലക്ഷ്യം തെറ്റിയതാ പാപം. പാപം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല, പാപം ഒരവസ്ഥയാ, നമ്മളായിരിക്കുന്ന അവസ്ഥ. പാപപ്രവൃത്തി അകത്തെ കുഴപ്പത്തിന്റെ പ്രകടനമാണ്. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ടൈഫോയിഡാ, സങ്കല്പിക്കുക. ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ അത് കുടലിലുണ്ടാകുന്ന ഗുരുതരമായ ഒരു അസുഖമാണ്. The whole intestinal or the digestive system gets into total disrupt. It's a total havoc. ഒരു ഭയങ്കര കുഴപ്പമാണ്. എൻട്രിക് ഫീവർ എന്നോ ഒക്കെ ആ കൂടെ കുഴപ്പമാണ്. എന്നാൽ അത് വെളിപ്പെടുന്നത് എങ്ങനെയാ? ഛർദി, പനി, ശരീരനൊമ്പരം, ലൂസ് മോഷൻ, വയറുവേദന, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഛർദിയും ശരീരനൊമ്പരവും ലൂസ് മോഷനും ഒന്നും ടൈഫോയിഡ് അല്ല. ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ അകത്തെ ആ കുഴപ്പമാണ്. ആ കുഴപ്പത്തിന്റെ പ്രകടനമാണ് രോഗലക്ഷണങ്ങൾ. ഇതുപോലെ പാപപ്രവൃത്തികൾ അകത്തെ കുഴപ്പത്തിന്റെ പ്രകടനമാണ്. മറ്റൊരു ഉദാഹരണം പറയാം. സപ്പോസ് there was a fan here and it's rotating. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അതിന്റെ ആ കൂടി അങ്ങ് ശബ്ദം കെടാന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങി. കെടാന്ന് ശബ്ദം കേൾക്കും. എന്തോ പറ്റി? പരിശോധിക്കുമ്പോൾ കാണാം അതിന്റെ ബെയറിങ് പോയി. ആ ശബ്ദമല്ല കുഴപ്പം, ബെയറിങ്ങിന്റെ അവസ്ഥയാണ് കുഴപ്പം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതിന്റെ ബെയറിങ്ങിന് പറ്റിയ തകരാറാണ് അതിന്റെ കുഴപ്പം. ആ അകത്തുണ്ടായ കുഴപ്പം ഈ ശബ്ദത്തിൽ വെളിപ്പെടുകയാണ്. ഇതുപോലെ നമ്മുടെ അകത്തുണ്ടായ കുഴപ്പം പാപപ്രവൃത്തികളിൽ വെളിപ്പെടുകയാണ്. ഒരു സാധനം കേടായാൽ ആ കേടിന് തന്നെത്താനെ നിലനിൽപ്പുണ്ടോ? സാധനത്തിൽ നിന്ന് മാറി ആ കേടിന് കേടായി തന്നെ നിൽക്കാൻ ഒക്കുമോ? ഒക്കെ അറിയില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. ഇതുപോലെ പാപത്തിന് മറ്റെല്ലാറ്റിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ബാറ എന്ന ക്രിയാപദം ഉപയോഗിച്ച് എന്തിനെ പറയാൻ ഒക്കെയല്ല? പാപത്തെ പറയാൻ ഒക്കെയല്ല. അപ്പൊ ദൈവം ആ സൃഷ്ടിച്ചെന്ന് ആരും പറഞ്ഞേക്കല്ലേ? വ്യക്തമായോ? ഉള്ളത് അറിയോ? സ്തോത്രം. നമ്മള് തിയോളജിയിലെ നല്ല കാര്യമായ കാര്യങ്ങളൊക്കെയാ പറയുന്നെങ്കിലും നിങ്ങൾ പരിജ്ഞാനമുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യപ്പെട്ട് നിങ്ങൾ പറയുന്നത്. സ്തോത്രം. നിങ്ങളുടെ കൂടെ വരുന്നതിൽ സ്തോത്രം. പ്രിയപ്പെട്ടവര്, അപ്പോൾ ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചു, പാപം അവനിലുണ്ടായി. അതുകൊണ്ട് അവൻ പാപത്തിന്റെയും തിന്മയുടെയും ഭോഷ്കിന്റെയും അപ്പനാണ്. എവിടെ തിന്മ കണ്ടാലും പാപം കണ്ടാലും തെറ്റ് കണ്ടാലും അതെന്റേതാണ് അവൻ പറയും. അതുകൊണ്ടാണ് നമ്മളിൽ മത്സരവും പാപവും ഉണ്ടായാൽ അവൻ നമ്മളെ അവകാശം പറയും, അതെന്റേതാന്ന് പറയും. സ്തോത്രം. നമ്മളങ്ങനെ ആകരുത്. വെല്ലുകൊണ്ട് അന്നേരം പുറത്ത് കളഞ്ഞേക്കണം. മൂക്കം പാമ്പിനെ വീട്ടിനകത്ത് വെച്ചോണ്ട് കിടന്നുറങ്ങുവോ? എന്റെ കൂടെ ഉണ്ടേ ഒരു മൂക്കം പാമ്പ് കണ്ടു. വെള്ളം കൂട്ടി ലൈറ്റിട്ടു വടിയൊക്കെ എടുത്തോണ്ട് വന്നപ്പോഴത്തേനെ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ. വാതിലടച്ചായിരുന്നു. ഇത് പോയില്ല, ജനലെല്ലാം അടച്ചേക്ക, പോയില്ല, ഇതിനകത്തുണ്ട്, എവിടെ ഉണ്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അവിടെ എങ്ങാണ് ഇരുന്നോട്ടൊന്നും എന്താ ഇവിടെ പറഞ്ഞ കംഫർട്ട് വലിച്ചിട്ട് AC ഇച്ചിടെ കൂട്ടിയിട്ട് കിടന്നുറങ്ങുവോ? കണ്ടുപിടിച്ച് അവനെ ഒന്ന് കുറഞ്ഞ പക്ഷെ എങ്ങനെയും
വാതിലെല്ലാം തുറന്നിട്ടേച്ച്, തല്ലിക്കൊല്ലാൻ സൗകര്യം ഇല്ലെങ്കിൽ വാതിലെല്ലാം തുറന്നിട്ടേച്ച് വെളുത്തുള്ളി ചതച്ചുകൊണ്ട് വന്ന് അവിടെ എല്ലാം വേതറി ഇവന് എങ്ങനെയും പൊക്കോട്ടെ. നമ്മളിൽ പിശാചിന്റെ ചരക്കുമല്ലോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാതെ ഉറങ്ങരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. നെവർ സ്ലീപ്പ് ഓവർ എ സിൻ. Never sleep over anything that is not acceptable to God. അങ്ങനെ ദൈവം അവനെ നല്ല ദൂതനായി സൃഷ്ടിച്ചു. അവൻ ലൂസിഫർ, അവൻ പിശാചായി, സൈത്തനായി, സാത്താനായി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവന്റെ ചരക്കൊന്നും നമ്മളിൽ ഉണ്ടാകരുത്. ഒന്നും നമ്മൾ, അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് വേദോസ്തം പഠിപ്പിക്കുന്നത്. മറ്റു മതങ്ങൾ പറയുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്, കേൾക്കണേ. നമ്മുടെ ദൈവം സ്വയംഭൂ അല്ല. സ്വയംഭൂ എന്ന് പറയണമെങ്കിൽ സ്വയം ഭവിച്ചവനെന്ന് വരണം. നമ്മുടെ ദൈവം ഭവിച്ചവനല്ല. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സെൽഫ് എക്സിസ്റ്റന്റ് ആണ്. ഹി നെവർ കെയിം ഇൻ ടു ബീയിങ് ബട്ട് ഹി റിമെയിൻസ് ഓൾവേസ്. എന്നാ പിശാചിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം, സ്വയംഭൂവ, തന്നെത്താൻ ഉണ്ടായവന്. ദൈവം അവനെ ആരായിട്ട് സൃഷ്ടിച്ചു? ലൂസിഫറായി, അല്ലെങ്കിൽ നല്ല ദൂതനായി സൃഷ്ടിച്ചു. അവൻ ആരായി? പിശാച് ആയി. ബൈ ഹിസ് ഓൺ ചോയ്സ്. ബൈ ഹിസ് ഓൺ ചോയ്സ്. അതാണ് നമ്മൾ വായിച്ച ഭാഗത്തുണ്ട്. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കാണുന്നത് വരെ നീ നടപ്പിൽ നിഷ്കളങ്കനായി. സ്തോത്രം. സമയം പോയതുകൊണ്ട് നാളെ നിങ്ങൾക്ക് ജോലിയുണ്ട്, ഞാൻ നിർത്തിക്കോട്ടെ. സ്തോത്രം. നാളേക്ക് മുമ്പ് കർത്താവ് വരികയാണെങ്കിൽ പിശാചിന്റെ തിരക്കൊന്നും നമ്മളില്ലെന്ന് ഉറപ്പുവരുത്തിക്കണം. അതും ദൈവത്തിന്റെ ഉദ്ദേശ്യമായിരുന്നു. ദൈവം അനുവദിച്ചതാണ്. ദൈവം അവനെ കൊണ്ട് പാപം ജയിച്ചതല്ല, ദൈവം അത് അനുവദിച്ചു. അതും എന്തിനാണെന്നറിയാമോ? സഭയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയാം. നമ്മൾ ബലഹീനനാണെന്ന് നമ്മൾ അറിയാം. എത്ര പദവിയും എത്ര ജ്ഞാനവും കൊടുത്താലും, സ്തോത്രം, ദൈവജ്ഞാനം ഉണ്ടാകുന്നില്ലെങ്കിൽ, ദൈവത്തിനു വേണ്ടിയാണ് ഞാനെന്നുള്ള ബോധം വരുന്നില്ലെങ്കിൽ അവൻ പിശാച. നിങ്ങളെന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഇതിലെല്ലാം ഞാൻ ദൈവത്തോട് കടപ്പെട്ടവനാണെന്ന കാര്യം മറക്കരുത്. സ്തോത്രം. അപൂർണമായിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നത്, എനിക്കറിയാം. സ്തോത്രം. എങ്കിലും പിശാചിനെ നമ്മളിൽ ക്ലെയിം ചെയ്യാൻ ഒന്നുമില്ലെന്ന് ഇന്ന് രാത്രി ഒന്ന് ഉറപ്പുവരുത്തണേ. എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ദൈവം ഹീസ് നോട്ട് എ ടാസ്ക് മാസ്റ്റർ. ദൈവം ഒരു ടാസ്ക് മാസ്റ്റർ അല്ല. He is our Father. We can set things right with God in no time. സ്തോത്രം. ഇങ്ങനെ പറയാറുണ്ട്, God is, ശബ്ദത്തിനകത്ത് ദൈവമുണ്ട്. സ്തോത്രം. കേൾക്കണേ. He is within the range of a cry. He is right within the range of a groan. ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന ഒരു ഞരക്കത്തിന്റെ പരിധിക്കുള്ളിൽ ദൈവമുണ്ട്. സ്തോത്രം. And he loves us. He is our Father, not a taskmaster. Before we despair, let's make sure that we are right with God. And Satan has nothing in us which he can claim as his. സ്തോത്രം. ദൈവത്തോട് നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന്, കർത്താവേ, ഇന്ന് രാത്രി കാഹളം ധ്വനിക്കുകയാണെങ്കിൽ സ്വന്തോടെ അങ്ങ് എതിരേൽക്കുവാനുള്ള കൃപ നീ എനിക്ക് തരണമേ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം നമ്മുടെ മനസാക്ഷി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ അതിനോട് യാത്ര പറയുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം നടക്കാം. ഒരു നിമിഷം.